നമുക്കൊറ്റ ആഗ്രഹമേ ഉള്ളൂ, സകല മനുഷ്യരും ജീവനുള്ള ദൈവത്തെ അറിയണം. ഹല്ലേലൂയ. ഇന്നലെ രാത്രി നമ്മൾ 3 വേദഭാഗങ്ങളാണ് ചിന്തിച്ചത്. ഒന്ന്, ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 27-ാം വാക്യം. ഇങ്ങനെ ദൈവം തൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു, അവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു. നമ്മൾ ആദ്യം വായിച്ച വാക്യം അതായിരുന്നു. കാലങ്ങൾ മുന്നോട്ട് പോയപ്പോൾ അതേ വേദപുസ്തകത്തിൽ എഴുതി, മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായാൽ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യനത്രേ എന്നെഴുതി. അപ്പൊ ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ മൃഗങ്ങൾക്ക് തുല്യമായി മാറുന്ന ഒരു കാലഘട്ടം ഇന്ന് നമ്മൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. മൂന്നാമത് നമ്മൾ വായിച്ച വേദഭാഗം ഇങ്ങനെയാ വായിച്ചത്: ജയിക്കുന്നവന് ഞാൻ ദൈവത്തിൻ്റെ പറുദീസയിലുള്ള ജീവവൃക്ഷത്തിൻ്റെ ഫലം തിന്മാൻ കൊടുക്കും. ഇതാണ് നമ്മൾ 3 വാക്യങ്ങളായി ഇന്നലെ വായിച്ചു നിർത്തിയത്. അതിൽ 1-ാം വാക്യം നമ്മൾ അല്പം വിശദമായി ചിന്തിച്ചു. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്നും ചരാചരങ്ങളെ ഇടജാതി, മൃഗജാതി, കന്നുകാലി, നാൽക്കാലി, പറവജാതി എന്നിങ്ങനെ പ്രപഞ്ചത്തിൽ അടുക്കടുക്കായി സൃഷ്ടിപ്പ് നടത്തിയ ഒരു സൃഷ്ടാവുണ്ട് എന്ന് നമ്മൾ പഠിച്ചു. 6-ാമത്തെ ദിവസം മനുഷ്യനെ സൃഷ്ടിക്കുവാൻ തീരുമാനിക്കുന്ന ദൈവത്തെ നമ്മൾ വേദപുസ്തകത്തിൽ കണ്ടു. മനുഷ്യനെ എങ്ങനെ സൃഷ്ടിച്ചു എന്നാ വായിച്ചത്? നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചു. അവൻ ഒറ്റയ്ക്ക് ജീവിക്കുന്നത് നല്ലതല്ല എന്ന് പറഞ്ഞുകൊണ്ട് സൃഷ്ടാവായ ഈശ്വരൻ, സൃഷ്ടാവായ പടച്ചവൻ, സൃഷ്ടാവായ ദൈവം അവന് തക്കതായ ഒരു തുണയെ ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് വിവാഹം എന്ന് പറഞ്ഞ പവിത്രമായ ബന്ധത്തിന് തുടക്കം കുറിച്ചത് ഇന്നലെ നമ്മൾ വായിച്ചു. അങ്ങനെ ആണും പെണ്ണുമായിട്ട് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. അപ്പോൾ എനിക്ക് സന്തോഷം തോന്നിയ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഈ പുസ്തകത്തിൽ ദൈവം മനുഷ്യനെ ഹിന്ദുവായി സൃഷ്ടിച്ചില്ല, ക്രിസ്ത്യാനികളായി സൃഷ്ടിച്ചില്ല, മുസൽമാനായിട്ടും സൃഷ്ടിച്ചില്ല, ആണും പെണ്ണുമായിട്ട് സൃഷ്ടിച്ചു. എന്ന് പറഞ്ഞാൽ ദൈവത്തിന് ജാതിയുമില്ല, മതവുമില്ല, ഒന്നുമില്ല. ദൈവത്തിന് മനുഷ്യനേ ഉള്ളൂ. ദൈവം കാണുന്നത് ആണും പെണ്ണുമായിട്ടാണ്. അപ്പം മനോഹരമായ ഒരു സന്ദേശം, ദൈവം മനുഷ്യനെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു, അവരെ കുടുംബജീവിതത്തിലാക്കി വെച്ചു. ഇതൊക്കെ നമ്മൾ ഇന്നലെ ചിന്തിച്ചതാന്നേ. അങ്ങനെ കുടുംബത്തോടെ അവർ ദൈവത്തെ ആരാധിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഏദൻ എന്ന് പറയുന്ന പറുദീസയിലായിരുന്നു അവർ പാർത്തിരുന്നത് എന്ന് നമ്മൾ ഇന്നലെ ചിന്തിച്ചു. ഈ ഏദൻ പറുദീസയാണോ എന്ന് ഒരു സംശയം ചിലർക്ക് വരാം. അതിൻ്റെ മറുപടിയാണ് നമ്മൾ ഇന്നലെ വെളിപ്പാട് പുസ്തകം വായിച്ചത്. ഈ ഏദൻ തോട്ടത്തിൽ മനുഷ്യൻ ജീവവൃക്ഷത്തിൻ്റെ ഫലം കൂടെ തിന്ന് എന്നേക്കും പാപിയായി ജീവിപ്പാൻ ഇടവരാതിരിപ്പാൻ അവനെ തോട്ടത്തിൽ നിന്ന് എടുത്തിരുന്ന നിലത്തേക്ക് പുറത്താക്കിയെന്നാണ് വചനം. അപ്പൊ ജീവവൃക്ഷം നിൽക്കുന്നത് തോട്ടത്തിലും മനുഷ്യൻ അത് ഭക്ഷിക്കാതിരിപ്പാൻ അവനെ പുറത്താക്കി. ആ തോട്ടത്തെക്കുറിച്ച് വെളിപ്പാട് പുസ്തകം പറയുന്നത് ദൈവത്തിന്റെ പറുദീസയിലുള്ള ജീവവൃക്ഷത്തിന്റെ ഫലമെന്നാണ്. അർത്ഥാൽ മനുഷ്യൻ ദൈവത്തോടൊപ്പം വസിക്കുവാനുള്ള ഭാഗ്യ പദവിയിൽ പറുദീസയുടെ അനുഭവത്തിലാണ് സൃഷ്ടിക്കപ്പെട്ടത്. അതുകൊണ്ടാണ് ലൂക്കോസ് സുവിശേഷം 3:38 നമ്മൾ ഇന്നലെ വായിച്ചത്, ആമേൻ, ആദാം ദൈവത്തിന്റെ മകൻ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോ സൃഷ്ടാവായ ഒരു ദൈവമുണ്ട്. മനുഷ്യരെ പല പേരുകളിലൊക്കെ വിളിക്കുന്നുണ്ട്, പല പേരുകളിലൊക്കെ വിളിക്കുന്നു, എന്തെങ്കിലും ആയിക്കോട്ടെ, പക്ഷെ ഒരു ദൈവമുണ്ട് എന്ന് എല്ലാവരും വിശ്വസിക്കുന്നു. അങ്ങനെ ആ ദൈവത്തെ ആരാധിക്കുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുവാനും സൃഷ്ടിച്ച മനുഷ്യന് ഒരു പദവി ഉണ്ടായിരുന്നു. അത് ദൈവത്തിന്റെ പുത്രൻ, മകൻ എന്ന് വിളിക്കുവാനുള്ള പദവിയായിരുന്നു മനുഷ്യനുണ്ടായിരുന്നത്. എന്നാൽ ആ ദൈവത്തെയും മനുഷ്യനെയും അകറ്റുക എന്ന് പറയുന്ന ഏക ലക്ഷ്യത്തോടെ രംഗപ്രവേശനം ചെയ്ത ഇരുട്ടിന്റെ ആത്മാവിനെ കുറിച്ച് ഇന്നലെ നമ്മൾ ചിന്തിച്ചു. അതിനെയാണ് നമ്മൾ ഈ പ്രാർത്ഥിക്കുന്നവരും പള്ളി പോകുന്നവരും ഒക്കെ പറയാറുള്ളത് പിശാച് എന്നൊക്കെ പറയുന്നത്. സത്യത്തിൽ ഈ ഇരുട്ടിന്റെ ആത്മാവാണ്. ഈ ഇരുട്ടിന്റെ ആത്മാവ് 2026 ഉണ്ട് എന്നതിന്റെ തെളിവാണ് ഓരോ പ്രഭാതത്തിലും നമ്മുടെ സിറ്റ് ഔട്ടിൽ വന്നു വീഴുന്ന പത്രമാധ്യമങ്ങളിൽ കാണുന്ന വാർത്തകൾ.
രക്തബന്ധങ്ങൾക്ക് തമ്മിൽ സ്നേഹിക്കാൻ കഴിയുന്നില്ല. ഭാര്യ ഭർത്താവിനെ കൊല്ലുവാൻ മടിയില്ല, ഭർത്താവ് ഭാര്യയെ കൊല്ലുവാൻ മടിയില്ല. 10 മാസം നൊന്ത് പ്രസവിച്ച കുഞ്ഞിനെ കൊല്ലുവാൻ അമ്മയ്ക്ക് മടിയില്ല, അമ്മയെ അപ്പനെയും കഴുത്തറുത്ത് കൊല്ലാൻ മക്കൾക്ക് മടിയില്ല. അങ്ങനെ ഒരു തരത്തിലുള്ള ബന്ധങ്ങൾക്കും വാല്യൂ ഇല്ലാതെ മനുഷ്യൻ മൃഗങ്ങളെ പോലെ കടിച്ചു കീറി അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിക്കുന്ന നിലയിലേക്ക് മനുഷ്യൻ മാറിക്കഴിഞ്ഞിരിക്കുന്നതിൻ്റെ പിന്നിൽ ഒരു മനുഷ്യനും പറയത്തില്ല. ഇവിടുത്തെ ഈ പരിസരത്ത് എന്നെ കേൾക്കുന്ന ഹൈന്ദവരോ മുസ്ലിങ്ങളോ ക്രൈസ്തവരോ ആരും പറയത്തില്ല ഈ കുറ്റകൃത്യങ്ങളെല്ലാം ചെയ്യിക്കുന്നത് ഈശ്വരന്റെ ആത്മാവാണെന്ന്, അല്ലെങ്കിൽ ദൈവത്തിന്റെ ആത്മാവാണെന്ന് ഒരു മനുഷ്യൻ പോലും പറയത്തില്ല. അപ്പൊ മനുഷ്യനെ ഈ തിന്മയിലേക്ക്, തെറ്റിലേക്ക് നയിക്കുന്ന യഥാർത്ഥ വില്ലൻ എന്ന് പറയുന്നത് ഈ ഇരുട്ടിന്റെ ആത്മാവാണ്, ഈ പിശാച് എന്ന് പറയുന്നതാണ്. ആ പിശാച് പുറത്തോട്ട് വിടുന്ന വിത്താണ് പാപം. ആമേൻ. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഈ പിശാചിന്റെ ഒരു പുത്രനാണ് പാപം എന്ന് നമുക്കൊരു ആലങ്കാരികമായിട്ട് പറയാം. അതിന്റെ കാരണം ബൈബിൾ ഇങ്ങനെ പറയുന്നു, പാപം ചെയ്യുന്നവനെല്ലാം പിശാചിന്റെ മക്കളാകുന്നു എന്ന്. അപ്പം ഇതുവരെ തമ്മിൽ ഒരു അപ്പൻ മകൻ ബന്ധമുണ്ടെന്ന് പറയാം. അപ്പം മനുഷ്യന്റെ അകത്ത് പാപം പ്രവേശിക്കുക, അതിന്റെ പിന്നിലെ വില്ലനാണ് പിശാച് എന്ന് പറയുന്നത്. ഇന്നലെ നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചിന്തിച്ചു. അപ്പം മനുഷ്യൻ പാപിയാണോ എന്ന് സംശയമുള്ള ആളുകളൊക്കെ നമ്മുടെ നാട്ടിൻ പുറത്തുണ്ടാകും. മനുഷ്യൻ പാപി ആയതുകൊണ്ടാണ് അവൻ മോക്ഷം തേടി നടക്കുന്നത്. പാപിയല്ലാത്ത ഒരു മനുഷ്യനും മോക്ഷം തേടി ദൈവങ്ങളെ അന്വേഷിച്ച് പോവില്ല. പാപമില്ലാത്ത ഒരു മനുഷ്യനും ഈശ്വരനെ തേടി അലഞ്ഞു പോകില്ല. പാപമില്ലാത്ത ഒരു മനുഷ്യനും മോക്ഷത്തിനായി നേർച്ച കാഴ്ച, തീർത്ഥയാത്ര, പുണ്യകർമ്മ ക്രിയാദികൾ ഒന്നും ചെയ്യുകയില്ല. അപ്പോൾ സകല മനുഷ്യന്റെ അകത്തൊരു ബോധ്യമുണ്ട്, എനിക്കൊരു മോക്ഷം ആവശ്യമാണ് എന്നൊരു ചിന്ത. ഇവിടുത്തെ പണമുള്ളവനുണ്ട്, പണമില്ലാത്തവനുണ്ട്. നമുക്കറിയാം, പള്ളികളിലും കോവിലുകളിലും മറ്റു പ്രാർത്ഥനാലയങ്ങളിലും വരുന്നത് ഭിക്ഷക്കാരല്ല, അത്യാവശ്യം നല്ല സമ്പത്തിൽ ജീവിക്കുന്ന അംബാനിയെ പോലുള്ള ആളുകളൊക്കെ ദൈവിക സങ്കല്പങ്ങളുടെ അടുക്കലും ദൈവങ്ങളുടെ അടുക്കലും കോവിലുകളിലും പള്ളികളിലും ഒക്കെ ഈ വലിയ പണമുള്ള ആളുകളും പോകുന്ന കാഴ്ച നമ്മൾ കാണാറുണ്ട്. അപ്പൊ പണമോ പണമുള്ളതോ പണമില്ലാത്തതോ, സമ്പത്തുണ്ടോ ഇല്ലാത്തതോ, പഠനമുള്ളതോ പഠനമില്ലാത്തതോ, വീടുള്ളതോ വീടില്ലാത്തതോ എന്ന് വ്യത്യാസമില്ലാതെ സകല മനുഷ്യന്മാരുടെയും ഉള്ളം ആഗ്രഹിക്കുന്ന ഒന്നാണ്, ഒരു മോക്ഷം ആവശ്യമാണ്. ഈ മോക്ഷം തേടി മനുഷ്യൻ നടക്കുകയാണ്. അപ്പൊ ഈ മോക്ഷം തേടി മനുഷ്യൻ കൊതിക്കാൻ കാരണം മനുഷ്യന്റെ അകത്ത് പാപമെന്ന് പറയുന്ന ഒരു ഇരുട്ട് പ്രവേശിച്ചു. അത് ദൈവം ചെയ്യരുത് എന്ന് പറഞ്ഞ കൽപ്പന മനുഷ്യൻ ചെയ്തത് കൊണ്ടാണ് പാപം, തിന്മ, ഇരുട്ട്, തെറ്റ് മനുഷ്യനിലേക്ക് പ്രവേശിച്ചത്. വളരെ ശ്രദ്ധിക്കണം. ഇവിടെ ഈ കാലഘട്ടത്തിൽ നമ്മൾ ഈ സുവിശേഷം പ്രസംഗിക്കുമ്പോൾ ഇത് കേൾക്കുന്ന ഹൈന്ദവ സഹോദരങ്ങളുണ്ട്, ക്രൈസ്തവ സഹോദരങ്ങളുണ്ട്, ഇസ്ലാമിക സഹോദരങ്ങളുണ്ട്. അപ്പം അവരൊക്കെ ചിന്തിക്കുന്ന ഒരു ചിന്തയുണ്ട്, നിങ്ങൾ എന്തിനാ ഇങ്ങനെ പബ്ലിക്കായിട്ട് ഇങ്ങനെ ഈ സുവിശേഷം അല്ലെങ്കിൽ യേശുവിനെയൊക്കെ പ്രസംഗിക്കുന്നുണ്ട്, എന്തിനാ ഇങ്ങനെ പ്രസംഗിക്കുന്നത്? മനുഷ്യൻ പാപിയാണെന്ന് നിങ്ങൾ പറയുന്നു. ആയിക്കോട്ടെ, മനുഷ്യൻ പാപിയാണെങ്കിൽ നിങ്ങൾ ക്രിസ്ത്യാനികളൊക്കെ പാപിയായാൽ പോരെ? അല്ലേ ബാബു പാസ്റ്റർ? ഞങ്ങൾ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും കൂടെ നിങ്ങൾ എന്തിനാ പാപി എന്ന് വിളിക്കുന്നത്? ശരിയല്ലേ? അപ്പം നിങ്ങൾ ഈ ക്രിസ്ത്യാനികളങ്ങ് പാപിയായിക്കോ, എന്നിട്ട് നിങ്ങൾ പള്ളിയിൽ പോവുകയോ പ്രാർത്ഥിക്കുകയോ ഒക്കെ ചെയ്തോ? ഇതൊക്കെ ഞങ്ങളോട് എന്തിനാ പറയുന്നത് എന്ന് ഒരു ചിന്ത ഒരു പക്ഷേ ഇത് കേൾക്കുന്ന സഹോദരങ്ങൾക്കുണ്ടാകും. ന്യായമായൊരു ചിന്തയാണ്. അപ്പൊ അതിനൊരു മറുപടി വേണം, ഒന്ന്. ഇനി രണ്ടാമത്തൊരു ചിന്ത, രണ്ടാമത്തൊരു ചോദ്യം, ഈ ആദാമും ഹവ്വായും പാപം ചെയ്തെന്നാണല്ലോ നിങ്ങൾ ഈ ക്രിസ്ത്യാനികളൊക്കെ ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ട് നടക്കുന്നത്. ഓക്കെ, അപ്പൊ ആദമും ഹവ്വായും പാപം ചെയ്തത് ആയിക്കോട്ടെ, സമ്മതിക്കുന്നു. അതിന്റെ പേരിൽ ഒരു തെറ്റും ചെയ്യാത്ത ബാക്കിയുള്ള മനുഷ്യരൊക്കെ പാപിയാകുന്നത് എങ്ങനെയാ? അപ്പൊ നിങ്ങളിങ്ങനെ മണ്ടത്തരം പ്രസംഗിക്കല്ലേ എന്ന് ചില ആളുകൾക്കൊരു ചിന്തയുണ്ടാകും. ഇന്ന് രാത്രി എന്നെ ഒന്ന് ശ്രദ്ധിച്ചേ, ഈ പരിസരത്ത് കേൾക്കുന്ന മാന്യ സഹോദരങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. ഈ രണ്ട് ചോദ്യത്തിന് ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരാം. ഒന്ന്, ഈ ആദാമ്യ പാപം നിമിത്തം ഒരു തെറ്റും ചെയ്യാത്ത ബാക്കിയുള്ള മനുഷ്യരൊക്കെ എങ്ങനെ പാപിയാകും എന്നുള്ളതിന്റെ ഉത്തരം പറയാം. രണ്ട്, ഇനി അങ്ങനെ ആണെങ്കിൽ തന്നെ നിങ്ങൾ ക്രിസ്ത്യാനികളായ പോരെ എന്ന ചോദ്യത്തിന്റെ ഉത്തരവും ഞാൻ തരാം. ഈ രണ്ട് ചോദ്യത്തിന്റെ ഉത്തരം എൻ്റെ പ്രിയപ്പെട്ട ദേശവാസികളായ സഹോദരങ്ങളോട് സ്നേഹത്തിൽ ഓർപ്പിക്കട്ടെ. ഒന്ന്, ഈ ആദമും ഹവ്വയും പാപം ചെയ്തതിന്റെ പേരിൽ ഒരു തെറ്റും ചെയ്യാത്ത ബാക്കിയുള്ള മനുഷ്യർ പാപിയാകുന്നത് എങ്ങനെ എന്നാണ് ചോദ്യം. നല്ല ചോദ്യമാണ്, ഉത്തരം ഞാൻ പറയാൻ പോവുക. അതിനു മുമ്പ് ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ, നിങ്ങൾ എനിക്ക് ഉത്തരം തരാമോ? നമ്മുടെ രാജ്യത്ത്, നമ്മുടെ രാജ്യത്ത്, നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ ഇന്നും മരുന്ന് കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ലാത്ത ഒരു മാരകമായ രോഗം, ആൾക്കാർ കേൾക്കുമ്പോൾ ഭയത്തോടെ കാണുന്ന ഒരു രോഗം നിലനിൽക്കുന്നുണ്ടെന്ന് നമുക്കറിയാം. ആ രോഗത്തിന്റെ പേര്
HIV എന്നാണ്. എന്ന് പറഞ്ഞാൽ എയ്ഡ്സ് എന്ന് പറയുന്ന ഒരു മാരക രോഗമുണ്ട്. ആ രോഗം എല്ലാവർക്കും ഭീതിയുള്ളൊരു രോഗമാണ്, HIV എന്ന് പറയുന്ന രോഗം. ഈ എയ്ഡ്സ് രോഗിയായ ഒരു അപ്പനും ഒരമ്മയ്ക്കും, ഒരച്ഛനും ഒരമ്മയ്ക്കും ഒരു കുഞ്ഞ് ജനിച്ചെന്നിരിക്കട്ടെ. ആ കുഞ്ഞാരായിരിക്കുമെന്ന് എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളൊന്ന് പറയാമോ? ആ കുഞ്ഞാരായിരിക്കും? എയ്ഡ്സ് രോഗിയായ അപ്പനും അമ്മയ്ക്കും ഒരു കുഞ്ഞ് ജനിച്ചാൽ ആ കുഞ്ഞാരായിരിക്കും? ആ കുഞ്ഞ് തീർച്ചയായിട്ടും എയ്ഡ്സ് രോഗിയായിരിക്കുമെന്ന് യാതൊരു തർക്കവുമില്ല. ഇവിടുത്തെ ഒരു ഡിഗ്രിക്കും തർക്കമില്ല, മെഡിക്കൽ സയൻസിന് തർക്കമില്ല, ഇവിടുത്തെ യുവതി യുവാക്കൾക്ക് തർക്കമില്ല, ഡിഗ്രികൾക്കൊന്നും തർക്കമില്ല. അതിൻ്റെ കാരണം അവർക്ക് പറയാനൊരു ഉത്തരവുണ്ട്. എന്താ ഉത്തരം? ഈ ചോരക്കുഞ്ഞ് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ? ഉണ്ടോ? ഈ ചോരക്കുഞ്ഞ് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ? ഈ പുതുതായി ജനിച്ചു പിറന്നു വീണ ഈ കുഞ്ഞ് വ്യഭിചാരം എന്ന പാപം ചെയ്തിട്ടാണോ ഈ കുഞ്ഞ് എയ്ഡ്സ് രോഗിയായത്? അല്ല. ഈ ചോരക്കുഞ്ഞ് വേറെ ആരുടെയെങ്കിലും ബ്ലഡ് സ്വീകരിച്ചിട്ട് രോഗിയായതാണോ? അല്ല. ഈ ചോരക്കുഞ്ഞ് തൊട്ടിലിൽ കിടന്നുകൊണ്ട് അറിയാതെ അബദ്ധത്തിൽ ഏതെങ്കിലും ഒരു എയ്ഡ്സ് രോഗിയുടെ ബ്ലേഡ് എടുത്തു വെച്ച് ഷേവ് ചെയ്തത് കൊണ്ട് രോഗിയായതാണോ? അല്ലെന്ന്. ഈ കൊച്ചു കുഞ്ഞ് ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് ഈ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കും പരിസരത്ത് കേൾക്കുന്ന സഹോദരങ്ങൾക്കും 100% സമ്മതമാണ്. ഒരു തെറ്റും ചെയ്തിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ഈ കുഞ്ഞ് രോഗിയായതെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ. അപ്പനും അമ്മയും തെറ്റായി ജീവിച്ചതിൻ്റെ ഫലം ഒരു തെറ്റും ചെയ്യാത്തൊരു കുഞ്ഞ് ഒരു ജന്മം മുഴുവൻ അനുഭവിച്ചു തീർക്കേണ്ടി വരുന്നു. ഇവിടെ ആർക്കെങ്കിലും ഇത് എതിർപ്പുണ്ടോ? ഈ ശബ്ദപരിധിയിൽ ആരും അത് എതിർക്കത്തില്ല. അതിന്റെ കാരണം എന്താ? ഇവിടുത്തെ ഡിഗ്രിയും പഠിക്കുന്ന പിള്ളേരോട് ചോദിച്ചാൽ അവർ പറയും ഈ കുഞ്ഞ് എങ്ങനെ രോഗിയായെന്ന് ചോദിച്ചാൽ ഒരു ഉത്തരം അവർക്ക് പറയാനുണ്ട്. എന്താണ് ആ ഉത്തരം? അത് അപ്പനിലും അമ്മയിലും നിന്ന്, അഥവാ അച്ഛനിലും അമ്മയിലും നിന്ന് രക്തം വഴി, രക്തത്തിലൂടെ അടുത്ത തലമുറയിലേക്ക് പ്രവേശിച്ചു എന്നാണ് ഇവിടുത്തെ മെഡിക്കൽ സയൻസ് നമുക്ക് തരുന്ന മറുപടി. ആ കാര്യത്തിലൂടെ ആർക്കും തർക്കമില്ലെന്ന് ഞാൻ വിശ്വസിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ആദാമ്യ പാപം എങ്ങനെയാണ് ഇവിടുത്തെ സകല മനുഷ്യരിലേക്കും വരുന്നത് എന്നല്ലേ ചോദ്യം. അതിന്റെ ഉത്തരം ഞാൻ നിങ്ങളോട് പറയാൻ പോവുകയാണ്. ഒന്ന് വായിച്ചു കൊടുക്കാം വേദപുസ്തകത്തിൽ നിന്ന്. അപ്പോസ്തല പ്രവൃത്തി 17:26 എന്ന് പറയുന്ന തിരുവചന ഭാഗം എൻ്റെ പ്രിയപ്പെട്ടവരായ ശ്രോതാക്കൾ ഒന്ന് ശ്രദ്ധയോടെ കേൾക്കണമേ. അപ്പോസ്തല പ്രവൃത്തി എന്ന പുസ്തകം 17-ാം അധ്യായം 26-ാമത്തെ തിരുവചന ഭാഗം ഒന്ന് മൈക്കിലൂടെ പൊതുസമൂഹം കേൾക്കത്തക്കവണ്ണം ശാന്തമായിട്ടൊന്ന് വായിച്ചു കൊടുത്തേ. ഭൂതലത്തിലെങ്ങും കുടിയിരിപ്പാൻ അവൻ ഒരുത്തനിൽ നിന്ന് മനുഷ്യജാതിയൊക്കെയും ഉളവാക്കി. ദൈവദാസനെ ഞാൻ ഒന്നുകൂടെ അതിനെ ഒന്ന് ലളിതമാക്കാൻ, ഒന്ന് സിമ്പിൾ ആക്കാൻ വേണ്ടി ഒരു കാര്യം പറയാം, ശ്രദ്ധിക്കണം. അവിടെ അവൻ എന്നൊരു പ്രയോഗമുണ്ട് ഇല്ലേ? അവൻ, അത് ദൈവത്തെ കുറിക്കുന്ന പ്രയോഗമാണ്. അപ്പൊ നമുക്ക് അവിടെ ദൈവം ഒന്ന് വായിക്കാം. അടുത്തൊരു പ്രയോഗം ഒരുത്തൻ എന്നൊരു പ്രയോഗമുണ്ട്, അത് ആദമിനെ കുറിക്കുന്ന പ്രയോഗമാണ്. അപ്പൊ നമുക്ക് അവിടെ ആദമെന്ന് വായിക്കാം. ഇതെന്തിനാന്ന് വെച്ചാൽ ഈ പുറത്ത് ശബ്ദപരിധിയിൽ കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ബൈബിളുമായിട്ട് വലിയ ബന്ധം ഉണ്ടാകണമെന്നില്ല. അപ്പൊ പുറത്ത് കേൾക്കുന്ന സഹോദരങ്ങൾക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഇച്ചിരി കൂടെ സിമ്പിളായിട്ടൊന്ന് വായിച്ചു കൊടുക്കുക. ഒന്ന് വായിച്ചേ. ഭൂതലത്തിലെങ്ങും കുടിയിരിപ്പാൻ ദൈവം ആദാമിൽ നിന്ന് മനുഷ്യജാതിയൊക്കെയും ഉളവാക്കി. ആ വാക്കെന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ ശ്രദ്ധിച്ചു കേൾക്കണം. ഭൂതലത്തിലെങ്ങും കുടിയിരിപ്പാൻ ദൈവം ഒരുത്തൻ എന്ന് പറഞ്ഞാൽ ആദമിൽ നിന്ന് ഹിന്ദുവിനെ സൃഷ്ടിച്ചെന്നല്ല, ക്രിസ്ത്യാനികളെ സൃഷ്ടിച്ചെന്നല്ല, മുസൽമാനെ സൃഷ്ടിച്ചെന്നല്ല, ജൈനനെ സൃഷ്ടിച്ചെന്നല്ല, ബുദ്ധനെ സൃഷ്ടിച്ചെന്നല്ല, മനുഷ്യജാതിയെ സൃഷ്ടിച്ചു എന്നാണ് വിശുദ്ധ ബൈബിളിന്റെ പ്രഖ്യാപനം. എത്ര പേർക്ക് മനസ്സിലായി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കാവി ഉടുത്തവനെയും തൊപ്പയിട്ടവനെയും കൊന്തയിട്ടവനെയും ചരട് കെട്ടിയവനെയും കുടുംബ കെട്ടിയവനെയും എല്ലാം ഒറ്റ രക്തത്തിൽ നിന്ന് സൃഷ്ടിച്ച ഒറ്റ ദൈവം. ഇതാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. അപ്പുറത്ത് കിടക്കുന്ന കാവിയുടുത്തവനും ഇപ്പുറത്ത് കിടക്കുന്ന തൊപ്പയിട്ടവനും എന്റെയും നിന്റെയും സഹോദരങ്ങളാണ് എന്നാണ് വിശുദ്ധ ബൈബിളിന്റെ പ്രഖ്യാപനം. എത്ര മനോഹരമായ പ്രഖ്യാപനം! കാവിയുടുത്തവനും തൊപ്പിയിട്ടവനും കൊന്തയിട്ടവനും ഒറ്റ രക്തമാണെന്ന് ബൈബിൾ പറയുന്നു. നിങ്ങൾക്ക് നിഷേധിക്കാൻ സാധിക്കുമോ? ഒറ്റ രക്തം. ഇവിടെയുള്ള കറുത്തവന്റെയും വെളുത്തവന്റെയും തൊപ്പിയിട്ടവന്റെയും കാവി ഉടുത്തവന്റെയും ചരട് കെട്ടിയവന്റെയും എല്ലാം കൈമുറിച്ച പുറത്തേക്ക് വരുന്നത് ഒറ്റ രക്തം. ഇനി ഇത് തെളിയിക്കാമോ എന്നാണെങ്കിൽ സിമ്പിളായി തെളിയിക്കാം. നാളെ രാവിലെ 4 ബോട്ടിലെടുക്കുക. 4 ബോട്ടിലെടുത്ത് 4 മൃഗങ്ങളുടെ രക്തം ശേഖരിക്കുക. ആട്, ആന, പോത്ത്, പശു ഏതാ കിട്ടുന്നതെന്ന് വെച്ചാൽ എടുത്തു. അടുത്തുള്ള മെഡിക്കൽ ലാബിലേക്ക് കൊണ്ട് കൊടുക്കുക. മിടുക്കി പെമ്പിള്ളേർ അവിടെയുണ്ട്. 10 മിനിറ്റിൽ സ്റ്റിക്കർ ഒട്ടിച്ച് തിരിച്ച് വെളിയിലോട്ട് വെച്ച് തരും. ദേ ഇത് ആട്, ഇത് ആന, ഇത് പോത്ത്, ഇത് പശു എന്ന് കണ്ടുപിടിക്കാനുള്ള സംവിധാനമൊക്കെ ഇന്ന് നമ്മുടെ നാട്ടിൻ പുറത്തുണ്ട്.
മറക്കരുത്, അവർ കണ്ടുപിടിച്ചു തരും. വീണ്ടും 4 ബോട്ടിൽ എടുക്കണം, മറക്കരുത്. ഒന്നിൽ ഇവിടെ അടുത്തുള്ള അമ്പലത്തിലെ പൂജാരിയുടെ രക്തം എടുക്കണം, ഒന്നിൽ അടുത്ത കത്തോലിക്ക പള്ളിയിലെ അച്ഛൻ്റെ രക്തം എടുക്കണം, ഇനി ഒന്നിൽ ജമാഅത്ത് പള്ളിയിലെ മുസ്ലിയാരുടെ രക്തം എടുക്കണം, ഇനി ഒന്നിൽ ഞങ്ങളുടെ ഉപദേശയുടെ രക്തം എടുക്കണം. അതേ ലാബിൽ കൊണ്ട് കൊടുക്കണം. ഏതെങ്കിലും പിള്ളേർ സ്റ്റിക്കർ ഒട്ടിച്ച് തരുമോ? ദേ മാറിപ്പോവല്ലേ, മൂലയിരിക്കുന്ന മുസ്ലിയാര്, അറ്റത്തിരിക്കുന്ന പൂജാരി, മേപ്പോട്ട് വെച്ചിട്ടുണ്ട് പള്ളിയിലച്ഛനെന്നൊന്നും ഇവിടുത്തെ ഒറ്റ ലാബുകാരും പറഞ്ഞത്തില്ല. ചിലപ്പോൾ ABCD ഗ്രൂപ്പൊക്കെ തിരിച്ചെന്നിരിക്കും, ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ പിള്ളേർ ഇറങ്ങി വന്നിട്ട് പറയും, ദേ മനുഷ്യന്റെ സമയം മെനക്കെടുത്തല്ലേ, ഇതെല്ലാം മനുഷ്യന്റെ രക്തം ആണോ? ഹലോ, അതുകൊണ്ടല്ലേ നമ്മുടെ നാട്ടിൽ രക്തം കൊടുക്കുമ്പോൾ ആർക്കും മസിലൊന്നും ഇല്ലല്ലോ? ഉണ്ടോ? ചില ചേട്ടന്മാരെ മസിലൊക്കെ ഉരുട്ടി പിടിച്ചില്ല, ജിമ്മിലൊക്കെ പോയി അങ്ങനെ തടിച്ചു കൊഴുത്ത് അവിടെ ഇവിടെയൊക്കെ ഒന്ന് ഉരുണ്ട പൊങ്ങി സഞ്ചരിക്കുന്ന ഇറച്ചിക്കട പോലെ നടക്കുന്ന ചേട്ടന്മാർ നമ്മുടെ നാട്ടിലുണ്ട്. ബൈക്ക് ഓടിച്ച് ഇങ്ങനെ പാഞ്ഞു പോകുമ്പോൾ ഏതെങ്കിലും ഒരു ടിപ്പറിന്റെ അടിയിലോട്ട് ചെന്ന് കയറി എന്നിരിക്കട്ടെ, പൊക്കിയെടുത്ത് മെഡിക്കൽ കോളേജിൽ കൊണ്ട് ചെന്നിരിക്കട്ടെ. അപ്പോൾ അവിടുത്തെ ഡോക്ടർമാർ പറയുക, ഈ ചേട്ടൻ ക്രിസ്ത്യാനിയാകട്ടോ, ഈ ക്രിസ്ത്യാനി ചെറുക്കൻ ഈ ബൈക്ക് ആക്സിഡന്റ് ഉണ്ടായി മെഡിക്കൽ കോളേജിൽ കൊണ്ട് ചെന്നു. അപ്പൊ ഡോക്ടർ പറഞ്ഞു, ദേ തല പൊട്ടി നല്ലപോലെ ബ്ലഡ് പോയിട്ടുണ്ട്, അപ്പൊ നമുക്ക് ഇപ്പോൾ ഒരു കുപ്പി ബ്ലഡ് അടച്ചാൽ ഈ കൊച്ചിനെ നമുക്ക് രക്ഷിക്കാമെന്ന് പറഞ്ഞപ്പോൾ ഈ ക്രിസ്ത്യാനി ചെറുക്കൻ്റെ ക്രിസ്ത്യാനി അമ്മ ക്രിസ്ത്യാനി പ്രാർത്ഥനയായി, ഈശോയെ എൻ്റെ കുഞ്ഞിന് ആര് ബ്ലഡ് കൊടുക്കും ഈശോയെ എന്ന് ഒറ്റ കരച്ചിൽ കരഞ്ഞപ്പോൾ തൊട്ടടുത്ത ബെഡിൽ അമ്മയ്ക്ക് കൂട്ടിരിക്കാൻ വന്ന ഒരു കാവി ഉടുത്ത RSSകാരൻ BJPക്കാരൻ ചെറുക്കൻ പറഞ്ഞു, അമ്മ കരയണ്ടമ്മേ, ഞാൻ തരാം ബ്ലഡ്. വേണ്ട 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 വേണ്ട, നീ BJP ആണ്. ഇന്ന് വരെ ഒരു തള്ള പറഞ്ഞിട്ടുണ്ടോ ബാബു പാസ്റ്റർ? പറഞ്ഞിട്ടുണ്ടോ? പറയുവോ? നിങ്ങളാരും മിണ്ടുന്നില്ല. പറയുവോ? നിങ്ങളുടെ കൊച്ചിന് രക്തം ആവശ്യമായിട്ട് വന്നു, രക്തം തരുന്നത് ഹിന്ദു സഹോദരനാണ്, വേണ്ടെന്ന് പറയൂ. ഇവിടെ ആരും അങ്ങനെ പറഞ്ഞ ചരിത്രമില്ലെന്ന്. എന്ന് പറഞ്ഞാൽ വേദപുസ്തകം വളരെ കൃത്യമായി പ്രഖ്യാപിക്കുന്നു, ഭൂതലത്തിലെങ്ങും കുടിയിരിപ്പാൻ ദൈവം സൃഷ്ടാവ് പടച്ചവൻ ഈശ്വരൻ ദൈവം ഒരൊറ്റ രക്തത്തിൽ നിന്ന് മനുഷ്യജാതിയൊക്കെയും ഉളവാക്കി. സകല മനുഷ്യരും ഒറ്റ രക്തത്തിന്റെ ഉടമയാണെന്ന് പറയുന്ന ഈ പുസ്തകമല്ലാതെ ഏത് പുസ്തകമാണ് ഞങ്ങൾ പ്രസംഗിക്കേണ്ടത്? ഇന്ന് രാത്രി ഈ സ്റ്റേജിൽ നിന്നുകൊണ്ട് ഈ കസേരയിലിരിക്കുന്ന ബാബുവും ഇവിടെ പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്ന ഷമീർ അബ്ദുൽ സലാമും ഇവിടെ ഇരിക്കുന്ന ജോസഫും തോമസും ഒന്നിച്ചൊരേ സ്വരത്തിൽ വിളിച്ചു പറയും, അതേ മറ്റൊരുത്തനും രക്ഷയില്ല. കാരണം ഒറ്റ രക്തത്തിന്റെ ഉടമകളായി മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് പറയുന്ന ഈ പുസ്തകമല്ലാതെ ഏത് പുസ്തകമാണ് ഈ 2026 ഞങ്ങൾ പ്രസംഗിക്കേണ്ടത്? ഇവിടെ വർഗീയതയുടെ പേരിൽ, ജാതിയുടെ പേരിൽ, മതത്തിന്റെ പേരിൽ തമ്മിത്തല്ലി ചത്തുകൊണ്ടിരിക്കുന്ന ജനത്തിന്റെ നടുവിൽ നിന്നുകൊണ്ട് അപ്പുറത്ത് കിടക്കുന്ന കാവിയുടുത്തവനും ഇപ്പുറത്ത് കിടക്കുന്ന കൊന്തയിട്ടവനും എൻ്റെ കൂടപ്പുറപ്പാണ്, അവനും ഞാനും സഹോദരങ്ങളാണ്, അവനെയും എന്നെയും സൃഷ്ടിച്ചത് ഒരു ദൈവമാണെന്ന് പഠിപ്പിക്കുന്ന ഈ പുസ്തകം ഞങ്ങൾ ഇനിയും പ്രസംഗിക്കും. ഇതാണ് ഇവിടെ പ്രസംഗിക്കപ്പെടേണ്ടത്. വേദപുസ്തകം അസന്നിഗ്ധമായി പറയുന്നു, ഭൂതലത്തിലെങ്ങും കുടിയിരിപ്പാൻ സൃഷ്ടാവായ ദൈവം ആദമെന്ന് പറയുന്ന ഒരുത്തനിൽ നിന്ന് മനുഷ്യജാതിയെ സൃഷ്ടിച്ചു. മനസ്സിലായോ? അതുകൊണ്ടാ പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാട്ടിൽ പലരും നമ്മളെ കളിയാക്കാറില്ലേ? ഇല്ലേ? ഉപദേശമാരെ കളിയാക്കാറില്ലേ? നമ്മളെ കളിയാക്കും, ഓ യവന്മാരൊരു നാണവും മാനവും ഇല്ലാത്തവന്മാര്, അല്ലേ പാസ്റ്റർ? ഓ ഈ പെന്തിക്കോസ് തന്നെ, ഓ യവന്മാരെ അടിച്ചാലും ഇടിച്ചാലും ചവിട്ടി തേച്ചാലും ചീത്ത വിളിച്ചാലും പിന്നെ യവന്മാർ വലിഞ്ഞേറി വരുമെന്ന്, നാണം ഇല്ലാത്തവന്മാർ പിന്നെ വലിഞ്ഞേറി വരും, പ്രാർത്ഥിക്കട്ടെ എന്ന് പറഞ്ഞല്ലേ പാസ്റ്റർ? അങ്ങനെ നമ്മളെ കളിയാക്കാറില്ലേ? തീർച്ചയായിട്ടും ഞങ്ങൾക്ക് അത് സന്തോഷമുള്ളൂ. കാരണം ഞങ്ങൾ ഒരു നാണവും ഇല്ലാത്തവന്മാരാ. സത്യമല്ലേ പാസ്റ്റർ? സത്യമാണേ. നമ്മൾ പിന്നെയും വലിഞ്ഞു കയറി ചെല്ലത്തില്ലേ നാണമില്ലാതെ? പിന്നെ പക്ഷെ ഒരു കാര്യം ഇന്ന് രാത്രി ശബ്ദപരിധിയിൽ എന്നെ കേൾക്കുന്ന സഹോദരങ്ങൾ അറിയണം, നിങ്ങൾ എത്ര ചീത്ത വിളിച്ചാലും, എത്ര തല്ലിയാലും, നിങ്ങൾ എത്ര വഴക്ക് പറഞ്ഞാലും, നിങ്ങൾ എത്ര അടിച്ചോടിച്ചാലും ഞങ്ങൾ നാണമില്ലാതെ പിന്നെയും ബ്രദറെ സഹോദര എന്ന് വിളിച്ചുകൊണ്ട് ഞങ്ങൾ പിന്നെയും വലിഞ്ഞു കയറി വരുന്നത് എന്തിനാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഒറ്റ പ്രാവശ്യമെങ്കിലും ചിന്തിക്കണം. നിങ്ങൾ എത്ര അടിച്ചോടിച്ചാലും ചീത്ത പറഞ്ഞാലും തല്ലുവിട്ടാലും നാണമില്ലാതെ പിന്നെയും സഹോദര എന്ന് വിളിച്ചുകൊണ്ട് കയറി വരാൻ കാരണം നീ എൻ്റെ കൂടപ്പിറപ്പാണെന്നുള്ള തിരിച്ചറിവ് ഈ പുസ്തകം ഞങ്ങളുടെ തലച്ചോറിൽ തന്നതുകൊണ്ടാണ്. നീ എൻ്റെ കൂടപ്പിറപ്പാണ്, നിന്നെയും എന്നെയും സൃഷ്ടിച്ചത് ഒരു ദൈവമാണ്,
നീ എൻ്റെ രക്തമാണ്, നീ എൻ്റെ സഹോദരനാണ് എന്നുള്ള ചിന്ത ഞങ്ങളുടെ തലച്ചോറിൻ്റെ അകത്ത് ബൈബിൾ തന്നപ്പോൾ, എൻ്റെ സഹോദരൻ കള്ളുകുടിച്ച് നടക്കുന്ന കാണുമ്പോൾ, എൻ്റെ സഹോദരൻ കഞ്ചാവ് അടിച്ച് നടക്കുന്ന കാണുമ്പോൾ, എൻ്റെ സഹോദരൻ ചീത്ത വിളിച്ച് നടക്കുന്ന കാണുമ്പോൾ, എൻ്റെ സഹോദരൻ്റെ കുടുംബം തകർന്നു പോയെന്ന് കാണുമ്പോൾ, എൻ്റെ സഹോദരൻ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു എന്ന് കേൾക്കുമ്പോൾ, രക്തബന്ധങ്ങൾക്കുണ്ടാകാത്ത ഒരു പെയിൻ, ഒരു വേദന പ്രാർത്ഥിക്കുന്നവന്റെ ചങ്കിനകത്ത് ദൈവം തരുമ്പോൾ അവൻ നാണമില്ലാതെ പിന്നെയും വലിഞ്ഞു കയറി വരും. പ്രാർത്ഥിക്കട്ടെ എന്ന് ചോദിച്ചുകൊണ്ട്. കാരണം നീ എൻ്റെ സഹോദരനാണെന്നുള്ള തിരിച്ചറിവ് ഞങ്ങളുടെ ചങ്കിനകത്ത് തന്നത് ഈ വിശുദ്ധ വേദപുസ്തകമാണ്. മനസ്സിലായോ? അതുകൊണ്ട് നിങ്ങൾ ഇനിയും കളിയാക്കിയാലും ഞങ്ങൾക്ക് പരാതിയൊന്നുമില്ല. ഞാൻ എത്ര കളിയാക്കിയിട്ടുണ്ട്. എൻ്റെ കൂടെ പഠിക്കുന്ന കൂട്ടുകാര് വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഷമീറെ, അളിയ നമുക്കൊരു കോമഡി കാണാൻ പോവാം, വരുന്നെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എന്നാടാ കോമഡി? അതൊക്കെ ഉണ്ട്, ചിരിച്ച് ഊപ്പാട് വരും, വരുന്നുണ്ടോന്ന് ചോദിച്ചു. അപ്പം ഞാൻ കൊല്ലത്തല്ലേ. ഞാൻ ചോദിച്ചു, എവിടാ? അത് തിരുവനന്തപുരത്തിനടുത്ത് കഴക്കൂട്ടം വരെ പോകണം, ഭയങ്കര കോമഡിയാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്നാൽ പിന്നെ നമുക്ക് പോവാം. അങ്ങനെ ഞങ്ങൾ കൂട്ടുകാരെല്ലാം കൂടെ ചെറുതായിട്ടൊരു കുപ്പിയൊക്കെ എടുത്ത് 2 എണ്ണമൊക്കെ പൊട്ടിച്ചടിച്ച് അങ്ങനെ ബൈക്കിൻ്റെ അകത്ത് ഞങ്ങൾ കഴക്കൂട്ടത്ത് വന്നു. അപ്പോൾ ഇവന്മാർ എന്നെ കോമഡി കാണിക്കാൻ കൊണ്ടുപോവാ. എന്താ കോമഡി എന്നറിയാമോ? അവിടെ ഒരു വീട്ടിലൊരു ഉപവാസ പ്രാർത്ഥന നടക്കുക. അപ്പോൾ ഈ പെന്തക്കോസ്തരായ ആളുകളെല്ലാം കൂടി ഇങ്ങനെ കലവില 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 എന്ന് പറഞ്ഞിങ്ങനെ കുലുങ്ങി അടിക്കുക. ഈ കുലുക്കം കാണാനാണ് കൊണ്ടുപോയത്. ഈ കുലുക്കം കാണാൻ കൊണ്ടുപോയി ജനലിൻ്റെ പാളിയുടെ അകത്തോട് നോക്കിയിട്ട് പറഞ്ഞതേ, നിലം തല്ലികൾ ഇരിക്കുന്ന കണ്ടോന്ന്. ഞങ്ങളുടെ നാട്ടിൽ കേരളത്തിൽ പറയും നിലം തല്ല്, ഇങ്ങനെ നിലം ഇടിച്ചുറപ്പിക്കുന്ന സാധനത്തെ പറയുന്ന പേരാ നിലം തല്ല്. എന്നിട്ട് പറഞ്ഞതേ, കുറേ എണ്ണം നിലം തല്ലുന്ന കണ്ടോ എന്ന് പറഞ്ഞ് ഇങ്ങനെ കുലുങ്ങി അവരിടിക്കുന്ന കണ്ടോ എന്ന് പറഞ്ഞ് പരിഹസിച്ചുകൊണ്ട് ആ പ്രാർത്ഥിക്കുന്നവർ നോക്കി പുറത്തു നിന്ന് ചിരിച്ച ഷമീർ അബ്ദുൽ സലാം ഇന്ന് യേശുക്രിസ്തുവിനെ പ്രസംഗിക്കുകയാണെങ്കിൽ ചിരിക്കുന്ന സകലരോടും ഞങ്ങൾക്ക് സന്തോഷ. ഇന്നല്ലെങ്കിൽ നാളെ നീ ഈ പുസ്തകമെടുത്ത് ഇതുപോലെ നിന്നുകൊണ്ട് ആയിരക്കണക്കിന് ആളുകൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന വേദിയുടെ മധ്യ നിന്നുകൊണ്ട് നീ അത്യുച്ചത്തിൽ വിളിച്ചു പറയും, ഒരൊറ്റ രക്ഷകനേ ഉള്ളൂ, മനുഷ്യനെ പാപത്തിൽ നിന്ന് മോചിപ്പിക്കാൻ കഴിയുന്ന ഏക രക്ഷകനുണ്ടെങ്കിൽ അത് ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശുക്രിസ്തുവാണെന്ന് നാളെ നീ വിളിച്ചു പറയുന്നൊരു സുദിനമുണ്ടെന്ന് ഇന്ന് രാത്രി അഭിമാനത്തോടെ വിളിച്ചു പറയുകയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാവേ, സ്നേഹിത, ഞങ്ങൾ പറയുന്നത് എന്താണെന്നൊന്ന് തിരിച്ചറിയൂ. ആദാമ്യ പാപം സകല മനുഷ്യരിലേക്കും പ്രവേശിച്ചത് രക്തം വഴിയ എന്ന് പറഞ്ഞാൽ ഒരു ഒറ്റ രക്തത്തിൽ നിന്നാണ് മനുഷ്യവർഗത്തെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഇനി ഒന്ന് കേട്ടെ ശാന്തമായി. എന്തിനാ സൃഷ്ടിച്ചത്? കേട്ടെ എന്തിനാ സൃഷ്ടിച്ചത്? ഭൂതലത്തിലെങ്ങും കുടിയിരുപ്പാൻ ദൈവം. അങ്ങനല്ലേ വായിച്ച പാസ്റ്ററെ? ഒന്നുകൂടെ വായിച്ചേ. ഭൂതലത്തിലെങ്ങും കുടിയിരിപ്പാൻ ദൈവം ആദാമിൽ നിന്ന് മനുഷ്യജാതിയൊക്കെയും ഉളവാക്കി. നിങ്ങളെല്ലാം കേട്ടെ, ഭൂതലത്തിലെങ്ങും കുടിയിരുപ്പാൻ ദൈവം. അപ്പൊ ഒരു കാര്യം എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ മനസ്സിലാക്കിക്കോണം. ഈ അണ്ടകടാകത്തെ മുഴുവൻ ഒറ്റ വാക്കുകൊണ്ട് സൃഷ്ടിച്ച, ഇന്ന് കാണുന്ന ഈ പ്രപഞ്ചത്തെ ഉളവാക്കി എടുത്ത ഒരു ഈശ്വരനുണ്ട്, ഒരു സൃഷ്ടാവുണ്ടെന്ന് ഈ ശബ്ദപരിധിയിൽ കേൾക്കുന്ന ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളോടൊരു കാര്യം പറയാം, ആ ദൈവത്തെ ആർക്കും ഒരു പഞ്ചായത്തിൽ തളച്ചിടാൻ പറ്റില്ല. ആ ദൈവത്തെ ആർക്കും ഒരു വില്ലേജിൽ തളച്ചിടാൻ പറ്റില്ല. ആ ദൈവത്തെ ആർക്കും ഒരു ജില്ലക്കകത്ത് തളച്ചിടാൻ പറ്റില്ല. ആ ദൈവത്തെ ആർക്കും ഒരു സ്റ്റേറ്റിന്റെ അകത്ത് തളച്ചിടാൻ പറ്റത്തില്ല. കാരണം അവൻ ഭൂതലത്തിലെങ്ങും കുടിയിരിക്കുന്നവനാണ് സൃഷ്ടാവ്. മനസ്സിലായോ? അല്ലാതെ മൂക്കി ശ്വാസമുള്ള പേട്ട് മനുഷ്യന്റെ കൽപ്പനയ്ക്കനുസരിച്ച് താളം ചവിട്ടുന്നവനല്ല ഈശ്വരൻ. മനസ്സിലായോ? ഈ മൂക്കി ശ്വാസമുള്ള പേട്ട് മനുഷ്യൻ ഈ മേപ്പോട്ട് വലിക്കുന്ന ശ്വാസം കീപ്പോട്ട് വിടാൻ പറ്റാതെ പോയാൽ ഈ ആലഞ്ചോല ദേശത്തെ എത്ര കിലോ ഇറച്ചിയുള്ളവനും താഴെ കിടക്കും. അല്ലേ പക്ഷേ? വേദപുസ്തകം പറയുന്നു, ഏതൊരു മനുഷ്യനും ഉറച്ചു നിന്നാൽ ഒരു ശ്വാസം. തിരുവനന്തപുരത്ത് പുലേനാർകോട്ട എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, അറിയാമല്ലോ. ആ പുലേനാർകോട്ടയിൽ പോയി നിങ്ങൾ നോക്കിയാൽ നല്ല തണ്ടും തടി ഇറച്ചിയൊക്കെ ഉള്ള അണ്ണന്മാര് ഒരിറ്റ് ശ്വാസത്തിന് വേണ്ടി അവിടെ കിടന്ന് വലിക്കുക. കേട്ടിട്ടില്ലേ? എത്ര കിലോ ഇറച്ചി ഉണ്ടെന്ന് പറഞ്ഞാലും മക്കളെ, മേപ്പോട്ട് വലിക്കുന്ന ശ്വാസം കീപ്പോട്ട് വിടാൻ പറ്റാതെ പോയാൽ നീ നിലത്ത് കിടക്കുമെന്ന് ഓർത്തോണ്ട് വേണം. അത്യാവശ്യം മസിലൊക്കെ പിടിച്ചോ, മനുഷ്യന്റെ നേരെ വെല്ലുവിളിച്ചോ, പല്ല് കടിച്ചോ, കുഴപ്പമൊന്നുമില്ല, ദൈവത്തോട് മത്സരിക്കരുത്.
കേട്ടോ. ഈ തണുപ്പ് കാലത്ത് തടിലോറി ഇങ്ങനെ പോകുമ്പോൾ ചില തവളകൾ റോഡേ കയറി ഇങ്ങനെ മസിലും പിരിപ്പിച്ച് നിൽക്കും. അപ്പം തവളയുടെ ചിന്ത എന്നെ കഴിഞ്ഞ് ലോറി പോകത്തില്ലെന്നാ. പിറ്റേന്ന് രാവിലെ പേസ്റ്റ് പോലെ ഒട്ടി റോഡ് തടിലോറി അതിൻ്റെ പാട്ടിന് പോകും. അതുപോലെ ആ ദൈവം. അതുകൊണ്ട് മനുഷ്യൻ്റെ നേരെ വെല്ലുവിളിക്കുന്നതൊക്കെ നല്ലതാ, മനുഷ്യനോട് അടി കൂടുന്നത് നല്ലതാ. മിനിമം ദൈവത്തെ ഭയപ്പെട്ട് ജീവിച്ചാൽ സകല മനുഷ്യർക്കും നല്ലതാ. അതുകൊണ്ട് ഇന്ന് രാത്രി പറയാം, ദൈവമെന്ന് പറയുന്നത് ഭൂതലത്തിലെങ്ങും കുടിയിരുപ്പാൻ ഈ സൃഷ്ടാവായ ദൈവം ആദമെന്ന് പറഞ്ഞ ഒരുത്തനിൽ നിന്ന് മനുഷ്യജാതിയെ സൃഷ്ടിച്ചു. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ദേശവാസികളായ സഹോദരങ്ങൾ മനസ്സിലാക്കണം, ഈ മൂക്കി ശ്വാസമുള്ള പേട്ട് മനുഷ്യൻ്റെ കൽപ്പനയ്ക്ക് അനുസരിച്ച് താളം ചവിട്ടുന്ന കുഞ്ഞു കളിക്കുന്ന പിള്ളയൊന്നുമല്ല ദൈവം. ഇവിടെ MBBS MDയും ഡിഗ്രിയൊക്കെ പഠിച്ച ഡോക്ടർമാർ അവരെ കൊണ്ടാവുന്ന പണി 58 ചെയ്തേച്ച് ഒടുവിൽ പറയുന്നൊരു വാചകമുണ്ട്. നിങ്ങൾക്കറിയാവോ? പറ 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 നിങ്ങളെല്ലാം ആശുപത്രി പോയിട്ടുണ്ടെന്നൊക്കെ എനിക്കറിയാം. പറ. ഡോക്ടർമാർ അവർ പഠിച്ച പണി ഡിഗ്രി മൊത്തം പയറ്റിയിട്ട് ഒടുവിൽ പറയും, എന്താ, ഞങ്ങളെ കൊണ്ട് ഒക്കുന്നതെല്ലാം ഞങ്ങൾ ചെയ്തിട്ടുണ്ട്, ഇനി നിങ്ങൾ എന്താ ചെയ്തോണം? ഇനി നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ. സകലമാന ഡിഗ്രിക്കും മേലെയാണ് സൃഷ്ടാവ്. ഇത് മനസ്സിലാക്കിക്കോണം. അല്ലാതെ ഈ മൂക്കി ശ്വാസമുള്ള പേട്ട് മനുഷ്യന്റെ കൽപ്പനയ്ക്ക് അനുസരിച്ച് ഇരിക്കാനും എഴുന്നേക്കാനും നടക്കാനും കിടക്കാനും അടയ്ക്കാനും തുറക്കാനും നിന്റെ കീഴെ പണിയെടുക്കുന്ന ബംഗാളി അല്ല ദൈവം. മനസ്സിലായോ? നിന്റെ കീഴെ പണിയെടുക്കുന്ന ബംഗാളിയോട് പറഞ്ഞാൽ അവൻ ചിലപ്പോൾ കേൾക്കും. ശരി ചേട്ടാ, അങ്ങനെ ചെയ്യാം ചേട്ടാ എന്നവൻ പറയും, അല്ലേ? അതുകൊണ്ട് ഒരു കാര്യം എൻ്റെ പ്രിയപ്പെട്ട മനുഷ്യന്മാർ മനസ്സിലാക്കിക്കോണം. മൂക്കിൽ ശ്വാസമുള്ള പേട്ട് മനുഷ്യന്റെ കൽപ്പനയ്ക്കനുസരിച്ച് താളം ചവിട്ടുന്നവനല്ല സൃഷ്ടാവ്. ഈ അണ്ടകടാകത്തെ മുഴുവൻ സൃഷ്ടിച്ചവൻ, ഈ ചരാചരങ്ങളെ മുഴുവൻ നിയന്ത്രിക്കുന്നവൻ, ഈ ഭൂമണ്ഡലത്തെ കൈക്കുള്ളിൽ ഒതുക്കി നിയന്ത്രിക്കുന്നവൻ, ഒരൊറ്റ വാക്കുകൊണ്ട് സകലത്തെ ഉളവാക്കാൻ കഴിയുന്നവൻ, ഒരു മനുഷ്യനെ ഉയർ കൊടുക്കാൻ കഴിയുന്നവൻ, ഒരു മനുഷ്യന്റെ ഉയരെടുക്കാൻ കഴിയുന്നവൻ, അവൻ സകലത്തെയും നിയന്ത്രിക്കുന്നവനാണ് ദൈവം. മനസ്സിലായോ? വേണ്ട, ഞാൻ ഇവിടെ ഇരിക്കുന്ന കുഞ്ഞു പിള്ളേരെ കൊണ്ട് പറയിക്കാം. കുഞ്ഞു പിള്ളേരൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. മക്കളെ ചോദിക്കട്ടെ, പറയോ? മനുഷ്യനെ സൃഷ്ടിച്ചതാരാടാ? പറ പറ. ദൈവം. പറ. ആരാ മോനെ? ദൈവം. മനുഷ്യനെ സൃഷ്ടിച്ചതാരാ? പറ അങ്ങോട്ട്. കുഞ്ഞു പിള്ളേർ പറഞ്ഞു, നിങ്ങൾ കേട്ടില്ലേ? മനുഷ്യനെ സൃഷ്ടിച്ചതാരാ? പണ്ട് നമ്മൾ സ്കൂളിൽ പഠിച്ചപ്പോൾ ടീച്ചർ പറഞ്ഞു മനുഷ്യൻ കുരങ്ങിന്ന്. ടീച്ചർ പറഞ്ഞു കുരങ്ങിന്നുണ്ടായതാണ്. അപ്പോൾ തിരുവനന്തപുരം മ്യൂസിയത്തും വയനാട് ചുരത്തിലും ശാസ്താംകോട്ടയിലും ഒക്കെ ഇപ്പോഴും കിടപ്പുണ്ട്. ആര്? കുരങ്ങന്മാർ. എന്താ ആഴ്ച ഓരോ മനുഷ്യൻ ഇങ്ങോട്ട് വരാത്ത? ഒരാഴ്ച നാരായണൻ കുട്ടി, പിറ്റത്താഴ്ച തോമസ് കുട്ടി, അടുത്ത ആഴ്ച മുഹമ്മദ് കുട്ടി വരട്ടെ. കുരങ്ങിന് കുറവൊന്നുമില്ലല്ലോ, ഇഷ്ടം പോലെ ഉണ്ടല്ലോ. ഇത് പറഞ്ഞു കൊടുത്താലും പിന്നെയും ചിലത് ഒറ്റക്കാലിൽ നിൽക്കും. പാസ്റ്ററെ, നിങ്ങൾ എന്തോ പറഞ്ഞാലും ശരി, മനുഷ്യൻ കുരങ്ങിന്ന. ശരി, അങ്ങനെ വാദിക്കുന്നവരോട് വഴക്കിടാനൊന്നും നിൽക്കരുത്. ഉടനെ നിങ്ങൾ കൈകൂപ്പി പറയണം, ശരി ചേട്ടാ, ചേട്ടൻ പറഞ്ഞത് സമ്മതിച്ചു, ചേട്ടൻ്റെ വല്യപ്പച്ചൻ കുരങ്ങൻ, ഞങ്ങളുടെ അങ്ങനല്ല. ആയിക്കോട്ടെ. എടാ, സ്വന്തം വല്യപ്പൻ കുരങ്ങനാന്ന് പറയുന്നവനോട് വാദിച്ചേച്ച് വല്ല കാര്യമുണ്ടോ? അതുകൊണ്ട് അങ്ങനെയുള്ളവരോട് വഴക്കിടാനൊന്നും പോകരുത്. ഒരു കാര്യം മനസ്സിലാക്കണം, ഈ അണ്ടകടാകത്തെ മുഴുവൻ സൃഷ്ടിച്ചുണ്ടാക്കിയ സർവശക്തനായ ഒരു ദൈവം. അതുകൊണ്ടാണ് ഞാൻ കൊച്ചുങ്ങളോട് ചോദിച്ച, കുഞ്ഞു പിള്ളേരോട് ചോദിച്ചത് മനുഷ്യനെ സൃഷ്ടിച്ചതാരാന്ന്. മക്കളെ ഒരിക്കൽ കൂടെ മറുപടി പറയടാ, മനുഷ്യനെ സൃഷ്ടിച്ചതാരാ? ദൈവം. ഇനി ഒരു ചോദ്യം കൂടെ, അതേ സ്പീഡിൽ ഉത്തരം പറയണം കേട്ടോ. മനുഷ്യനെ സൃഷ്ടിച്ചതാരാ? നിങ്ങളൊക്കെ പറഞ്ഞ് ദൈവം. ഏതെങ്കിലും ദൈവം ആയിക്കോട്ടെ, നമ്മൾ എല്ലാവരും ഓരോ ദൈവത്തെ വിശ്വസിക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് നമ്മൾ ആരെയും ദോഷമൊന്നും പറയണ്ട. എല്ലാവരും വിശ്വസിക്കുന്നുണ്ട് ഒരു ദൈവം ഉണ്ടെന്ന്. ഇരിക്കട്ടെ, നമ്മൾ ആരെയും ഒന്നും ദോഷമൊന്നും പറയരുത്. നമ്മൾ ആരും ഒരു ദോഷവും പറയണം. സത്യമായി പറഞ്ഞാൽ മതി. മനുഷ്യനെ സൃഷ്ടിച്ചതാരാ? ദൈവം. ഇന്ന് ദൈവത്തെ സൃഷ്ടിക്കുന്ന ആരാ? മനുഷ്യൻ. അത്രേ ഉള്ളൂ. ഈ കുഞ്ഞു പിള്ളേരുടെ തലയിൽ കയറിയച്ചും ഇവിടുത്തെ വലുതിൻ്റെ തലയിൽ ഇത് കയറാത്തതാണ് കുഴപ്പം. മനസ്സിലായോ? ഇത്രയേ ഉള്ളൂ. എന്തിനാ 1.5 മണിക്കൂർ പ്രസംഗം? ഇപ്പൊ മനസ്സിലായില്ലേ? പിന്നെ സിമ്പിൾ. മനുഷ്യനെ സൃഷ്ടിച്ചത് സർവശക്തനായ സൃഷ്ടാവ്, ഈശ്വരൻ, സൃഷ്ടാവ്. മനസ്സിലായോ? മനുഷ്യനെ സൃഷ്ടിച്ചൊരു ദൈവമുണ്ട്. ഇന്ന് മനുഷ്യൻ പാപം അകത്ത് കയറിയപ്പോൾ ആ മനുഷ്യനെ സൃഷ്ടിച്ച ദൈവത്തെ അങ്ങ് എന്ത് ചെയ്തു? മറന്നു. എന്നിട്ട് മനുഷ്യൻ സൃഷ്ടിച്ചതിൻ്റെ പുറകെയായി മനുഷ്യൻ സഞ്ചരിക്കുന്നു. ഇത് തന്നെയാണ് ഏറ്റവും വലിയ അപകടം. ദൈവത്തെ മറന്നുപോയ മനുഷ്യൻ. കാരണം അവൻ്റെ അകത്ത് പ്രവേശിച്ച പാപം അവനെ സൃഷ്ടാവിൽ നിന്ന് അകറ്റുക, തെറ്റുകളിലേക്ക് നയിക്കുക, തിന്മയിലേക്ക് നയിക്കുക, സ്നേഹം നഷ്ടപ്പെടുത്തുക,
തമ്മിലടികൾ ഉണ്ടാക്കുക. ഇങ്ങനെ മനുഷ്യനെ നശിപ്പിച്ചു കളയുവാൻ മനുഷ്യന്റെ അകത്ത് പ്രവേശിച്ച പാപമെന്ന ഇരുട്ട് അവന്റെ അകത്ത് പ്രവേശിച്ചപ്പോൾ മനുഷ്യൻ ഈ സത്യം അറിയാതെ പോയി. അപ്പുറത്ത് കിടക്കുന്നവൻ എൻ്റെ സഹോദരനാണ്, ഇപ്പുറത്ത് കിടക്കുന്നവൻ എൻ്റെ സഹോദരനാണ് എന്ന് തിരിച്ചറിയേണ്ട മനുഷ്യൻ അപ്പുറത്ത് കിടക്കുന്നവനോട് വഴക്കുണ്ടാക്കാൻ തുടങ്ങി, ഇപ്പുറത്ത് കിടക്കുന്നവനോട് അടിയുണ്ടാക്കാൻ തുടങ്ങി. തമ്മിലടിച്ചു മനുഷ്യന്റെ സ്നേഹം നഷ്ടപ്പെടാൻ തുടങ്ങി. നോക്ക, ഒരു മുഴം കയറിലോ ഒരു പിച്ചാത്തി പിടിയിലോ മനുഷ്യൻ തെരുവീതികളിൽ അറുത്തു മരിക്കുവാൻ തുടങ്ങി. ഇന്ന് ഞങ്ങളുടെ കേരളത്തിൽ ഇങ്ങനെ പറയും, 1000 രൂപ ഒരു പൈന്റ് കുപ്പിയും മേടിച്ചു കൊടുത്താൽ ആരുടെ കൈ തല്ലി ഓടിക്കാനും തയ്യാറായിട്ടുള്ള പിള്ളേർ പോണ്ടെന്ന്. 1000 രൂപയും പൈന്റ് കുപ്പിയും മതിയെന്ന് കൊട്ടേഷൻ സംഘങ്ങൾ. ചിന്തിച്ചു നോക്കണം. തമ്മിൽ സ്നേഹിക്കേണ്ട മനുഷ്യന്മാര് തമ്മിലടിച്ച് തെരുവീതികളിൽ അസ്തമിക്കുവാൻ കാരണം മനുഷ്യന്റെ അകത്ത് പ്രവേശിച്ച പാപമെന്ന് പറയുന്ന ഇരുട്ടാണ്. ഈ പാപം ആദാമ്യ രക്തത്തിൽ നിന്ന് പിറന്ന സകല മനുഷ്യരിലേക്കും പ്രവേശിച്ചു. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ചോദിച്ചത്. ചില ആളുകൾ പറയും പാപിയാണെങ്കിൽ നിങ്ങൾ ക്രിസ്ത്യാനികളങ്ങ് പാപിയായ പോരെ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. അവരോട് എൻ്റെ ചോദ്യം, നിങ്ങൾ ഇവിടുത്തെ ജയിലറെ പോയി നോക്ക്, അവിടെ ക്രിസ്ത്യാനികൾ മാത്രമാണോ പ്രതി? അല്ല, അവിടെ നാരായണൻകുട്ടിയും പ്രതിയാ, മമ്മദ് കുട്ടിയും പ്രതിയാ, തോമസ് കുട്ടിയും പ്രതിയാ. എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും ഇവിടെ തിന്മ ചെയ്യുന്നതിന്റെ കാരണം എന്താ? സകല മനുഷ്യന്റെ അകത്തും പാപം പ്രവേശിച്ചു എന്ന വേദപുസ്തകത്തിന്റെ പ്രഖ്യാപനം ശരിവെക്കുക. ഏകനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ പ്രവേശിച്ചു. ആദാമ്യ പാപം നിമിത്തം സകല മനുഷ്യരും പാപത്തിലായി. അപ്പൊ നമ്മൾ വായിച്ച വാക്യം എന്താ? ഭൂതലത്തിൽ എങ്ങും കുടിയിരിപ്പാൻ ദൈവം. അപ്പൊ അടുത്തൊരു ചോദ്യം വരും, ഉപദേശി, ഈ ദൈവം എവിടാ കുടിയിരിക്കുന്നതെന്ന് ഒന്ന് വായിച്ചുകൂടെ? അതിന്റെ 24-ാം വാക്യം. ലോകവും അതിലുള്ളതൊക്കെയും ഉണ്ടാക്കിയ ദൈവം. കേട്ടെ, കാതു തുറന്ന് കേട്ടെ. ലോകവും അതിലുള്ളതൊക്കെയും ഉണ്ടാക്കിയ ദൈവം സ്വർഗത്തിനും ഭൂമിക്കും നാഥനാകൊണ്ട് കൈപ്പണിയായ കെട്ടിടങ്ങളിൽ വാസം ചെയ്യുന്നില്ല. മനുഷ്യന്റെ കൈപ്പണിയായ കെട്ടിടങ്ങളിൽ വസിക്കുന്നവനല്ല സൃഷ്ടാവ്. മനുഷ്യന്റെ കൈപ്പണിയായ കെട്ടിടങ്ങളിൽ ദൈവം വസിച്ചാൽ ഭൂകമ്പം ഉണ്ടായി കെട്ടിടം ഇടിഞ്ഞു വീണാൽ ദൈവം എന്ത് ചെയ്യും? അതാ ചിന്തിക്കണം. മനസ്സിലായോ? ഞങ്ങളാരും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാലയത്തിൽ യേശുവിനെ കുടിയിരുത്തിയിട്ടില്ല. പ്രാർത്ഥനാലയത്തിൽ പ്രാർത്ഥിക്കാൻ വന്ന ആളുകൾ ഞായറാഴ്ച ആരാധന കഴിഞ്ഞ് ഇറങ്ങിപ്പോകുമ്പോൾ കഥ കടച്ചു പൂട്ടിയിട്ട് യേശുവെ സൂക്ഷിച്ചിരുന്നോണേ, കള്ളന്മാരൊന്നും എടുക്കല്ലേ, അടുത്ത ഞായറാഴ്ച കാണാം കേട്ടോ എന്ന് പറഞ്ഞ് യേശുവിനെ അതിനകത്തിട്ട് പൂട്ടിയേച്ചല്ല പോകുന്നത്. പിന്നെന്താ? വേദപുസ്തകം പറയുന്നു, 2 or 3 പേർ എൻ്റെ നാമത്തിൽ പ്രാർത്ഥനയ്ക്കായി കൂടി വരുമ്പോൾ അവരുടെ നടുവിലേക്ക് ഞാൻ ഇറങ്ങി വരുമെന്ന് വാക്ക് പറഞ്ഞ മഹാദൈവത്തിന്റെ സാന്നിധ്യം പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുടെ നടുവിലേക്ക് ഇറങ്ങി വരികയും പ്രാർത്ഥന കഴിഞ്ഞവർ തിരികെ മടങ്ങിപ്പോകുമ്പോൾ എന്റെയും നിന്റെയും ഹൃദയമാകുന്ന ആലയത്തിൽ, എന്റെയും നിന്റെയും ഹൃദയമാകുന്ന മന്ദിരത്തിൽ വസിക്കുവാനാണ് ദൈവം ആശിക്കുന്നത്. അതുകൊണ്ട് ഈ ആലഞ്ചോലയിൽ ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന സ്നേഹിതന്മാരെ, ഇന്ന് രാത്രി ദൈവത്തിന് വസിക്കുവാനായി തുറക്കപ്പെടേണ്ടത് കെട്ടിടത്തിന്റെ വാതിലുകളല്ല. ഇന്ന് രാത്രി നിന്റെ ഹൃദയത്തിന്റെ വാതിൽ ഈശ്വരന് വേണ്ടി തുറക്കുമോ? ഇന്ന് രാത്രി നിന്റെ ഹൃദയത്തിന്റെ വാതിൽ ദൈവത്തിനായി തുറന്നു കൊടുക്കുമോ? നിന്റെ ജീവിതത്തിന്റെ ചരിത്രം മാറും. നിന്റെ ജീവിതത്തിന്റെ ചരിത്രം മാറും. ഇന്നലെ വരെ ഈ പട്ടണത്തിൽ നീ ദോഷമായിരുന്നെങ്കിൽ, ഇന്നലെ വരെ നീ ഈ പട്ടണത്തിൽ ശാപമായിരുന്നെങ്കിൽ, ഇന്നലെ വരെ ഈ പട്ടണത്തിൽ തിന്മയായിരുന്നെങ്കിൽ, ഇന്നലെ വരെ ഈ പട്ടണത്തിൽ തകർന്നു പോയെങ്കിൽ, നാളെ മുതൽ നിന്റെ ജീവിതത്തിന്റെ ചരിത്രം തിരുത്തി കുറിക്കാൻ കഴിയുന്ന ഒരു രക്ഷകനുണ്ട്. ഇന്ന് രാത്രി നിന്റെ ഹൃദയത്തിന്റെ വാതിൽ തുറക്കപ്പെടുമെങ്കിൽ. മനസ്സിലായോ? അതുകൊണ്ടാണ് വേദപുസ്തകം പറയുന്നത്, ഭൂതലത്തിൽ എങ്ങും കുടിയിരിക്കുന്നവൻ ദൈവം. എവിടാ കുടിയിരിക്കുന്നത്? ഞാൻ നിങ്ങളോട് ഒരു ചെറിയ സംഭവം ചോദിക്കാം. കേരളത്തിലെ കാര്യമാണ്, നിങ്ങൾക്ക് എന്നാലും അറിയായിരിക്കും. സത്യമായി പറയണം, കള്ളം പറയരുത്, സത്യം പറയണം. 2018 കേരളത്തിൽ ഒരു മഹാപ്രളയം ഉണ്ടായത് നിങ്ങൾക്കറിയോ? അറിയാം. നമ്മുടെ നാട്ടിൽ പാരമ്പര്യം പറയുന്ന ക്രിസ്ത്യാനികളായിട്ടുള്ള സഹോദരങ്ങളുണ്ടല്ലോ,
അവരുടെ വീട്ടിലിരിക്കുന്ന യേശുവും ഗീവർഗീസ് പുണ്യാളനും ഉൾപ്പെടെ വെള്ളത്തിലൊഴുകിപ്പോയോ? ഒരു സത്യമാണോ പറ? ഞാൻ പറഞ്ഞത് സത്യമാണോ? കാരണം ഈ പരിസരത്തൊക്കെ ക്രൈസ്തവരായിട്ടുള്ള സഹോദരങ്ങളുണ്ട്. നമ്മൾ ഇല്ലാത്തൊരു കാര്യം പറഞ്ഞാൽ അവർക്ക് വിഷമം വരും. അപ്പം നമ്മൾ സത്യമേ പറയാവൂ. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, ഈ വെള്ളപ്പൊക്കം വന്നപ്പോൾ പാരമ്പര്യം പറഞ്ഞ് നമ്മുടെ ക്രൈസ്തവ സഹോദരങ്ങളുടെ വീട്ടിൽ വെച്ചിരുന്ന യേശുവും വർഗീസും ഒക്കെ ഒഴുകി പോയോ ഇല്ലയോ പറ? പോയി. അപ്പോൾ ചാക്കോച്ചൻ വെളിയിലോട്ടിറങ്ങി നോക്കിയപ്പോൾ യേശു തെക്കോട്ടും വടക്കോട്ടുമായിട്ട് ഇങ്ങനെ ഒഴുകി അങ്ങോട്ട് പോവുക. അപ്പം മേപ്പോട്ട് നോക്കിയപ്പോൾ രക്ഷിക്കാൻ ഹെലികോപ്റ്റർ താഴോട്ട് പാഞ്ഞു വരുന്നുണ്ട്. അപ്പം ചാക്കോച്ചനൊരു നിലവിളി വിളിച്ചിട്ടുണ്ടാകും. നിങ്ങളോട് ഞാൻ ചോദിക്കുക, നിങ്ങൾ സത്യമായിട്ട് എന്നോട് പറയണം, ചാക്കോച്ചൻ വിളിച്ചത് എന്തായിരിക്കും? ഹെലികോപ്റ്ററെ ഒന്ന് വേഗം വന്ന് എന്നെ ഒന്ന് രക്ഷിക്കുന്നതാണോ, അതോ ഒഴുകി പോകുന്ന വർഗീസിനെ ഒന്ന് രക്ഷിക്കുന്നതാണോ? എന്തുവാ പറഞ്ഞെന്ന് നിങ്ങളൊന്ന് പറഞ്ഞേ. പറ സത്യമേ പറയോ, കള്ളമൊന്നും പറയരുത്, പറ. എന്നെ രക്ഷിക്കണേന്നേ മനുഷ്യനായി പറഞ്ഞ ആളുകൾ പറയത്തുള്ളൂ. കാരണം മനുഷ്യൻ സ്വാർത്ഥനാണ്. അവൻ പറഞ്ഞു എന്നെ രക്ഷിക്കണേന്ന്. ഹെലികോപ്റ്റർ പാഞ്ഞു വന്ന് ചാക്കോച്ചനെ തൂക്കിയെടുത്ത് ദുരിതാശ്വാസ ക്യാമ്പിൽ കൊണ്ടുപോയി രക്ഷിച്ചു. കേട്ടെ, 3 ആഴ്ച കഴിഞ്ഞ് ചാക്കോച്ചൻ വെള്ളമൊക്കെ ഇറങ്ങി സ്വൈര്യമായിട്ട് തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ ഒഴുകിപ്പോയ വർഗീസ് അവിടെ ചെളി പിടിച്ച് കിടക്കുന്നു. പുള്ളി ഓടിച്ചെന്ന് അതിനെ തുടച്ചെടുത്ത് ഷോക്കേഴ്സിൽ കൊണ്ട് വെച്ചേച്ച് അതിനോട് പറയുക എന്നെ രക്ഷിക്കണേ എന്ന്. നിങ്ങളിൽ എത്ര പേർക്ക് ചിന്തിക്കാൻ കഴിയുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ പറഞ്ഞത് തെറ്റു വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങൾ യോഗം കഴിയുമ്പോൾ എൻ്റെ അടുത്ത് പറ, താങ്കൾ പറഞ്ഞ തെറ്റാണെന്ന് പറഞ്ഞ് ഞാൻ സമ്മതിക്കാം. ഞങ്ങളുടെ നാട്ടിൽ കേരളത്തിൽ നടന്നൊരു കാര്യത്തെക്കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ ഇത് മനുഷ്യന് തിരിച്ചറിയാൻ പറ്റുന്നില്ല. കാരണം എന്താ? നാം ഭയപ്പെടേണ്ടത് സൃഷ്ടിയല്ല, സൃഷ്ടാവിനെയാണെന്ന സത്യമാണ് വേദപുസ്തകം നമ്മളോട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നാം സൃഷ്ടാവിനെ അറിയണം, സൃഷ്ടിയല്ല. അപ്പൊ അതിന്റെ കാരണം എന്താ? ഈ പാപം മനുഷ്യന്റെ അകത്ത് പ്രവേശിച്ചു. അപ്പോൾ മനുഷ്യന്റെ ഹൃദയക്കൂടിൽ ദൈവം ഇരിക്കേണ്ട സ്ഥലത്ത് ആര് കയറി? ഈ ഇരുട്ട് കയറിയെന്ന് നിങ്ങൾക്ക് തെളിവ് വേണോ? വായിച്ചുകൂടോ? റോമാലേഖനം 1-ാം അധ്യായം 21, 22, 23 തിരുവചന ഭാഗങ്ങൾ ഒന്നുറക്കെ വായിച്ചു കൊടുത്താട്ടെ. മാന്യ സഹോദരങ്ങൾ പരിശോധിക്കട്ടെ ഇത് ശരിയാണോ എന്ന്. ഒന്ന് വായിച്ചു കൊടുത്തേ. 21, 22, 23. അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവമെന്ന് ഓർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ. മനുഷ്യൻ ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവമെന്നോർത്ത് മഹത്വം കൊടുക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായി തീർന്നു. എന്നിട്ട് എന്ത് ചെയ്തു? അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി. ഒന്നൂടെ, അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി. മനുഷ്യന്റെ ഹൃദയത്തിന്റെ അകത്ത് എന്ത് പ്രവേശിച്ചു? ഇരുട്ട് പ്രവേശിച്ചു. ദൈവം ഇരിക്കേണ്ടുന്ന സ്ഥാനത്ത് പിശാച് പ്രവേശിച്ചു, ഇരുട്ട് പ്രവേശിച്ചു, പാപം പ്രവേശിച്ചു. അവരുടെ ഹൃദയം ഇരുണ്ടുപോയി. അപ്പൊ മനുഷ്യൻ എന്ത് ചെയ്തെന്ന് കേട്ടെ. ജ്ഞാനികൾ എന്ന് പറഞ്ഞുകൊണ്ട് അവർ മൂഢരായി പോയി. എന്നിട്ട് അക്ഷയനായ ദൈവത്തിന്റെ തേജസ്സിനെ അവർ ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇഴജാതി എന്നിവയുടെ രൂപ സാദൃശ്യമായി മാറ്റിക്കളഞ്ഞു. കണ്ടോ? പാപം അകത്തു കയറിയപ്പോൾ, ഇരുട്ട് അകത്തു കയറിയപ്പോൾ മനുഷ്യൻ ഒരു പരാജയം സംഭവിച്ചു. എന്താ? സൃഷ്ടിച്ച ദൈവത്തെ മറന്നിട്ട് അക്ഷയനായ ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇഴജാതി എന്നിവയുടെ രൂപസാദൃശ്യമായി അവർ ദൈവത്തെ മാറ്റിക്കളഞ്ഞെന്ന്. ഇത് ഞാനല്ല പറഞ്ഞത്, വിശുദ്ധ വേദപുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നു. പാപം മനുഷ്യന്റെ അകത്ത് കയറിയപ്പോൾ സൃഷ്ടിച്ച സൃഷ്ടാവിനെ മനുഷ്യൻ മറന്നുപോയി. എന്നിട്ട് മനുഷ്യൻ ദൈവത്തിന് കൊടുക്കേണ്ട ആരാധനയും പുകഴ്ചയും മഹത്വവും പങ്കുവച്ചു എന്ന്. ആർക്കൊക്കെയാ പങ്കുവെച്ചെന്ന് ഒന്നുകൂടെ വായിച്ചേ. ആർക്കൊക്കെയാ? ഒന്ന് കേട്ടെ, ലിസ്റ്റ് ഒന്ന് കേട്ടെ. അക്ഷയനായ ദൈവത്തിന്റെ തേജസ്സിനെ അവർ ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇഴജാതി എന്നിവയുടെ രൂപ സാദൃശ്യമായി മാറ്റിക്കളഞ്ഞു. മനുഷ്യൻ മാറ്റി, സൃഷ്ടാവിനെ മറന്നു. എന്നിട്ട് ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം ഈ മൂക്കി ശ്വാസമുള്ള മനുഷ്യന് കൊടുത്തു. അപ്പൊ ഇവിടെ ആരുണ്ടായി? പറ, ആരുണ്ടായി? ആൾ ദൈവങ്ങളുണ്ടായി. ഇന്ന് ഞങ്ങളുടെ കേരളത്തിൽ ആൾ ദൈവങ്ങളെ തട്ടിയിട്ട് നടക്കാൻ മേല. ഓരോ ആഴ്ച ഓരോ പഞ്ചായത്തിൽ നിന്ന് ഓരോന്ന് വരിക.
ചില മാസങ്ങൾക്ക് മുമ്പ് ഞാൻ പത്രത്തിൽ വായിച്ചു, കേരളത്തിൽ അറിയപ്പെടുന്ന ഒരാൾ ദൈവത്തിന് പനിയാ, പ്രാർത്ഥിക്കണമെന്ന്. എന്നിട്ടും മനസ്സിലാക്കാത്ത മണ്ടം മലയാളികൾ. ഒന്ന് ചിന്തിച്ചു നോക്കണം. ഏതൊരു മനുഷ്യനും മേപ്പോട്ട് വലിക്കുന്ന ശ്വാസം കീപ്പോട്ട് വിടാൻ പറ്റാതെ പോയാൽ വാഴപ്പിണ്ടി പോലെ കിടക്കുന്ന വെറും പേട്ടും മനുഷ്യൻ, ഒരു ഷുഗർ ലെവൽ അല്പം കുറഞ്ഞു പോയാൽ, ഒരു BP പ്രഷറിന്റെ ലെവൽ അല്പം ഒന്ന് കുറഞ്ഞു പോയാൽ, സോഡിയത്തിന്റെ അളവ് അല്പം ഒന്ന് കുറഞ്ഞു പോയാൽ, നോക്ക്, ശരീരത്തിന്റെ അകത്തുള്ള ഏതെങ്കിലും ഒരളവ് ഇച്ചിരി ഒന്ന് കുറഞ്ഞു പോയാൽ തളർന്ന് താഴെ പോകുന്ന മനുഷ്യൻ, ഹീമോഗ്ലോബിന്റെ അളവൊന്ന് കുറഞ്ഞു പോയാൽ തല കറങ്ങി താഴോട്ട് വീഴുന്ന ഈ പേട്ടും മനുഷ്യൻ, ഈ പേട്ടും മനുഷ്യന്റെ അടുക്കൽ ആളുകൾ ആശ്രയം വയ്ക്കാൻ തുടങ്ങി. എത്ര പേരുടെ പണം നഷ്ടപ്പെട്ടു, എത്ര പേരുടെ മാനം നഷ്ടപ്പെട്ടു, എത്ര പേരുടെ സമ്പത്ത് നഷ്ടപ്പെട്ടു. മൂക്കി ശ്വാസമുള്ള മനുഷ്യന്മാരൊക്കെ ദൈവങ്ങളായി മാറി. സൃഷ്ടാവായ ദൈവത്തെ മനുഷ്യൻ മറന്നു. നമുക്ക് ചുറ്റും സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. പുതുതായിട്ട് ഉണ്ടാക്കിക്കൊണ്ട് വന്ന കാര്യമൊന്നുമല്ല. എത്രയോ പത്രവാർത്തകളിൽ നമ്മൾ വായിക്കുന്നു, പ്രശ്നത്തിന് പരിഹാരം വരുത്തുവാൻ ഇന്നയാളുടെ അടുക്കൽ പോയി. അത് ഏത് ജാതി മതക്കാരനും ആയിക്കോട്ടെ, നമ്മൾ ഏതെങ്കിലും ഒരു വിഭാഗക്കാരെ പറയുന്നത് ശരിയല്ല. എല്ലാ വിഭാഗത്തിലും തട്ടിപ്പുകളുണ്ട്, അത് നമ്മൾ 100% സമ്മതിക്കുന്നു. ഒരു പ്രത്യേക വിഭാഗക്കാരെ നമ്മൾ പറയുന്നത് ശരിയല്ല. പക്ഷെ മനുഷ്യന്മാരാണ് ഇവരെല്ലാം. ഈ മനുഷ്യന്മാരുടെ അടുക്കൽ പോയിട്ട് എത്രയോ ആളുകൾക്ക് അബദ്ധങ്ങൾ സംഭവിക്കുന്നു. കുഞ്ഞുങ്ങളുടെ ഭാവി, വീടിൻ്റെ പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, കടഭാരങ്ങൾ, രോഗവിവരങ്ങൾ, ക്യാൻസർ ബാധിച്ചിട്ട് എവിടെയാണ് ഒരു ആശ്വാസം കിട്ടുമോയെന്ന് അലഞ്ഞു തിരിയുന്ന മനുഷ്യന്മാർ, ഇതുപോലുള്ള എത്രയോ ആൾ ദൈവങ്ങളായിരിക്കുന്ന മനുഷ്യനെ അടുക്കൽ ചെന്ന് ഉള്ള പണം നഷ്ടപ്പെട്ട്, ധനം നഷ്ടപ്പെട്ട്, വസ്തുവകൾ വിറ്റ്, സമ്പത്ത് നഷ്ടപ്പെട്ട്, മാനം നഷ്ടപ്പെട്ട് എത്രയോ ആളുകളെ നമ്മൾ TV ചാനലുകളിലും ന്യൂസുകളിലും പത്രമാധ്യമങ്ങളിലും കാലങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ട് മനുഷ്യന്മാർ തിരുത്തപ്പെടുന്നില്ല? ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ. മനുഷ്യൻ ആ വിളി സൃഷ്ടാവിനോട് വിളിച്ചിരുന്നെങ്കിൽ ദൈവം കടാക്ഷിക്കുമായിരുന്നു. മനസ്സിലായോ? ഈ നിലവിളി മനുഷ്യൻ ദൈവത്തെ ആശ്രയിച്ചിരുന്നെങ്കിൽ, സകലത്തെയും സൃഷ്ടിച്ച സൃഷ്ടാവിനെ ആശ്രയിച്ചിരുന്നെങ്കിൽ ദൈവം അവരുടെ കണ്ണുനീര് കാണുമായിരുന്നു, ദൈവം അവരുടെ പ്രാർത്ഥന കേൾക്കുമായിരുന്നു. പക്ഷേ മനുഷ്യന് സംഭവിച്ച ദുരന്തം, അവന്റെ ഹൃദയക്കൂടിൻ്റെ അകത്ത് കൂടിയിരിക്കുന്ന ഈ പാപം എന്ന് പറയുന്ന ഇരുട്ട്, ഈ ഇരുട്ട് അവനെ ദൈവത്തിങ്കലേക്ക് അടുപ്പിക്കുന്നില്ല. അപ്പോൾ എവിടെയാണ് ആലഞ്ചോളിക്കാരെ മോചനം വേണ്ടത്? ഇന്ന് രാത്രി ഒറ്റ വാക്ക് വിളിച്ചു പറയാം, മനുഷ്യന്റെ ഹൃദയക്കൂടിൽ കൂടിയിരിക്കുന്ന ഈ ഇരുട്ടിൽ നിന്നാണ് മനുഷ്യന് മോക്ഷം ലഭിക്കേണ്ടത്. ഈ ഇരുട്ടിൽ നിന്ന് മോക്ഷം തേടിയാണ് മനുഷ്യൻ ഈശ്വരന്മാരോട് നിലവിളിച്ചത്. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ പറ, തമസോമാം ജ്യോതിർഗമയ. എന്താ അർത്ഥം? ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിച്ചാലും ഭഗവൻ, അങ്ങനെയാണ് അർത്ഥം. ഇരുട്ടിൽ നിന്ന് വെളിച്ചം തേടി മനുഷ്യൻ നിലവിളിക്കുകയാണ്. പാപമെന്ന് പറയുന്ന ഇരുട്ടിന്റെ പിടിയിലകപ്പെട്ടു പോയ മനുഷ്യൻ സൃഷ്ടാവിനെ മറന്നുപോയി. സൃഷ്ടാവിനെ മറന്ന് സൃഷ്ടിക്ക് മഹത്വം കൊടുത്ത് സർവശക്തനായ ദൈവത്തിൽ നിന്നും മനുഷ്യൻ അകന്നു പോയപ്പോൾ അവന്റെ ജീവിതത്തിൽ പാപത്തിന്റെ പടുകുഴി തുറക്കപ്പെട്ടു. തെറ്റിൽ നിന്ന് തെറ്റിലേക്ക്, തിന്മയിൽ നിന്ന് തിന്മയിലേക്ക്, നാശത്തിലേക്ക് മനുഷ്യൻ കടന്നുപോയി. ഇങ്ങനെ പാപത്തിന്റെ പടുകുഴിയിലേക്ക് വീണുപോയ മനുഷ്യന്റെ നിലവിളികൾ, പ്രാർത്ഥനകൾ, സൂക്തങ്ങൾ ഒക്കെ കുറിക്കപ്പെട്ടപ്പോൾ സ്വർഗത്തിലെ ദൈവം, മനുഷ്യനെ സൃഷ്ടിച്ച ദൈവം, സൃഷ്ടാവായ ദൈവം, ഈശ്വരനായ ദൈവം, സകലത്തെയും ഉണ്ടാക്കിയ ദൈവം, ഇത്രമേൽ മനുഷ്യനെ സ്നേഹിച്ച ദൈവം ഒരു തീരുമാനം പറഞ്ഞു. മനുഷ്യരെ അവരുടെ പാപത്തിൽ നിന്ന് രക്ഷിപ്പാൻ അതാ ദൈവം മനുഷ്യനായി ഇറങ്ങി വരാൻ പോവുകയാണ്. ദൈവം മനുഷ്യനായി ഇറങ്ങി വരാൻ പോകുന്നു. ആ ദൈവിക പദ്ധതി ദൈവം വെളിപ്പെടുത്തി. കേൾക്കണം. ചില ആളുകൾ ഇത് കേൾക്കുമ്പോൾ ചിന്തിക്കും, ഇതെങ്ങനെയായി ദൈവം മനുഷ്യനായിട്ട് നടക്കുന്ന കാര്യമാണ്. ഞാൻ 2 കഥ നിങ്ങളോട് പറയാം. എന്നെ ശ്രദ്ധിച്ചേ. കഥ കേൾക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമാണ്. 2 കഥ പറയാം, ശ്രദ്ധിച്ചേ. ഒരപ്പനും മകനും കൂടെ കൈപിടിച്ച് നല്ല ഉച്ചവെയിലത്തെ റോഡിൽ കൂടെ നടന്നു വരിക. അങ്ങനെ നടന്നു വരുമ്പോൾ ഈ റോഡിന്റെ സൈഡിൽ, ഞങ്ങളുടെ നാട്ടിൽ കേരളത്തിൽ ഒരു ചെറിയ പ്രാണിയുണ്ട്. അതിനെ ഞങ്ങൾ മലയാളികൾ വിളിക്കുന്നത് ചിതലുകൾ എന്നാണ്. ഈ തമിഴ്നാട്ടിൽ അതിന് വേറെ ചെതല് തന്നെ. ചിതല് എന്ന് പറയുന്ന ചെറിയ ജീവി. ഈ ചിതല് വീടുണ്ടാക്കുന്നത് ഈ മണ്ണിന്റെ ചെറിയ മൺപാളികൾ കൊണ്ടാണ്. അപ്പൊ ഈ മൺപാളികൾ കൊണ്ട് ചിതൽ ഇങ്ങനെ, അതിന് ഞങ്ങളുടെ നാട്ടിൽ ചിതൽ പുറ്റുകൾ എന്നാണ് പറയുക മലയാളത്തിൽ. ഞാൻ ഈ എടുത്തു പറയുന്നത്, നമ്മൾ അവിടെ പറയുന്ന വാക്കുകൾ ഇവിടെ വല്ലതും തെറ്റാണെങ്കിൽ
നമുക്കറിയത്തില്ല, തെറ്റായ വാക്ക് വല്ലതും ആണെങ്കിൽ ആളുകൾ വിചാരിക്കും ഇങ്ങേരെന്തോ ഈ പറയുന്നതെന്ന്. അങ്ങനെ തെറ്റിദ്ധരിക്കരുത്, അതുകൊണ്ടാണ് ഞാൻ എടുത്തെടുത്ത് ചോദിക്കുന്നത്. അപ്പൊ ഈ ചിതൽ പുറ്റുകൾ എന്ന് പറയുന്ന ഈ ചിതലുകൾ ഉണ്ടാക്കിയ വീട്, അപ്പനും മകനും കൂടെ ഇങ്ങനെ കൈപിടിച്ച് നടന്നു പോകുമ്പോൾ ഈ പപ്പായുടെ കാല് തട്ടി ഈ ചിതല് ഉണ്ടാക്കി വെച്ചിരുന്ന വീട് പൊളിഞ്ഞുപോയി. ഈ മണ്ണ് കൊണ്ടുണ്ടാക്കിയ ആ വീട് പൊളിഞ്ഞുപോയി. പൊളിഞ്ഞു പോയപ്പോൾ ഈ ചിതലുകളെല്ലാം കൂടി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പരിഭ്രാന്തി പിടിച്ച് ഓടുന്ന കണ്ടപ്പോൾ ഈ കുഞ്ഞ് ചോദിച്ചു, പപ്പ ഈ ചിതൽ എന്താ ഇങ്ങനെ എല്ലാം കൂടെ ഓടി നടക്കണമെന്ന് ചോദിച്ചു. അപ്പൊ പപ്പ പറഞ്ഞു, മോനെ, പപ്പയുടെ കാല് തട്ടി അതിന്റെ വീട് പൊളിഞ്ഞു പോയില്ലേ, അതുകൊണ്ടാണ് അതിങ്ങനെ ചിതറി നടക്കുന്നതെന്ന് പറഞ്ഞു. ഉടനെ ഈ കൊച്ചു ചോദിച്ചു, പപ്പ, നമ്മുടെ വീട് ആരെങ്കിലും പൊളിച്ചു കളഞ്ഞാൽ നമുക്ക് വേദന ഉണ്ടാകത്തില്ലേ? നമ്മുടെ വീട് ആരെങ്കിലും പൊളിച്ചു കളഞ്ഞാൽ നമുക്ക് സങ്കടം വരത്തില്ലേ? അപ്പൊ പപ്പ എന്തിനാ അവരുടെ വീട് പൊളിച്ച്? അതുകൊണ്ട് പപ്പ ഈ വീട് പണിഞ്ഞു കൊടുത്തിട്ടേ ഞാൻ വരത്തോളൂ എന്ന് പറഞ്ഞു. ചെറുക്കൻ ഒറ്റക്കാലെ നിൽക്കുക. പപ്പ ആകുന്ന പണിയും പറഞ്ഞു നോക്കിയിട്ട് കൊച്ചു സമ്മതിക്കത്തില്ല. ഇല്ല ഇല്ല ഇല്ല, വീട് പണിഞ്ഞു കൊടുക്കണം. അവസാനം ആ ഉച്ചവെയിലത്ത് കൊച്ചിന്റെ നിർബന്ധം സഹിക്ക വയ്യാതെ അപ്പൻ അവിടെ ഇരുന്നിട്ട് ഒരു മൺപാളി എടുത്തു വെച്ചു, അടുത്തതെടുത്ത് അതിൻ്റെ മേളിൽ വെച്ചു, മറ്റേത് പൊളിഞ്ഞു പോയി. വീണ്ടും എടുത്ത് അങ്ങോട്ട് വെച്ചു, അടുത്തത് പൊളിഞ്ഞു പോയി. ഇങ്ങനെ കുറേ സമയം നോക്കിയിട്ട് അവസാനം ദേഷ്യം വന്ന അപ്പൻ എഴുന്നേറ്റിട്ട് പറഞ്ഞു, വാടാ പോകാമെന്ന് പറഞ്ഞു. ഉടനെ കൊച്ചു പറഞ്ഞു, ഇല്ലില്ല, പപ്പ ഈ വീട് ഉണ്ടാക്കി കൊടുക്കാതെ ഞാൻ വരത്തില്ല എന്ന് കൊച്ചൊറ്റക്കാലം നിർബന്ധം പറഞ്ഞപ്പോൾ ആ അപ്പൻ പറഞ്ഞൊരു മറുപടി കേൾക്കണം. അപ്പൻ പറയുക, എന്നെ മോനെ, ഈ വീടുണ്ടാക്കിയതാരാ? ഈ വീടുണ്ടാക്കിയതാരാ? ആരാ? ചിതലുകളാണ്. ഇനി അപ്പൻ ഈ വീട് പണിയണമെങ്കിൽ അപ്പൻ ആരാകണം? അപ്പൻ ഒരു ചിതലാകാതെ ഈ പൊളിഞ്ഞുപോയ വീടിന് പണിയാൻ പറ്റത്തില്ല. ഇന്ന് രാത്രി എത്ര പേർക്ക് മനസ്സിലായി? പാപത്തിൽ വീണുപോയ മനുഷ്യൻ അവനെ കൊണ്ടാവുന്ന പണിയെല്ലാം ചെയ്ത് മോക്ഷം കിട്ടുവാൻ നേർച്ച കാഴ്ച, തീർത്ഥയാത്ര, പുണ്യകർമ്മ ക്രിയാദികൾ, ആമേൻ, നെടുനീളയാകുന്ന പണി 58 കൊടുത്ത് അവനെ കൊണ്ടാകുന്നതെല്ലാം ചെയ്തിട്ടും മോക്ഷം കിട്ടാതെ പൊളിഞ്ഞു പോയപ്പോൾ അതാ സൃഷ്ടാവായ ദൈവം ഒരു ചിതലിനെ പോലെ, ഒരു കേവലം മനുഷ്യനെ പോലെ ദൈവം മനുഷ്യനായി ലോകത്തിലേക്ക് ഇറങ്ങി വരാൻ തീരുമാനിച്ച ദൈവിക പദ്ധതി മനസ്സിലായോ? ആ ദൈവം മനുഷ്യനായി ഇറങ്ങി വന്നു. ഇപ്പൊ ചില ആളുകൾ ചോദിക്കും, ഇപ്പോഴും കളിയാക്കി ചിരിച്ചോണ്ട്, പണ്ട് ഞാനും ചോദിക്കുമായിരുന്നു, ഒരു യേശു ക്രൂശി മരിച്ചതുകൊണ്ട് ലോകത്തിലുള്ള മനുഷ്യരെല്ലാം രക്ഷപ്പെടുമെന്ന് പറയുന്നത് എങ്ങനെ മണ്ടന്മാര് എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയാം, ഒരു യേശു ക്രൂശിൽ മരിച്ചത് കൊണ്ട് ആമേൻ ആയിരക്കണക്കിന് ആളുകൾ എങ്ങനെ രക്ഷപ്പെടുമെന്ന ചോദ്യത്തിന് ഒരു ചെറിയ കഥ പറയാം. എൻ്റെ കണ്ണ് തുറപ്പിച്ചൊരു കഥയാ. ആ കഥ ഞാൻ നിങ്ങളോട് പറയാം. ആമേൻ, പണ്ടൊരു രാജ്യത്ത് ആമേൻ ഒരു വലിയ കടലിന് കുറുകെ ഒരു ബ്രിഡ്ജ് കടന്നു പോകുമായിരുന്നെന്ന ഒരു ബ്രിഡ്ജ് ഇങ്ങനെ കടന്നു പോകുമായിരുന്നു. ഈ ബ്രിഡ്ജിൻ്റെ അകത്തു മേലെ കൂടെ റെയിൽവേ പാളമാ, ട്രെയിൻ കടന്നു പോകും. അങ്ങനെ ഒരു ബ്രിഡ്ജാ കടലിന്റെ മുകളിൽ കൂടി ഇങ്ങനെ കടന്നു പോകും. എന്നാൽ ചില സമയത്ത് വലിയ കപ്പൽ വരുന്ന സമയത്ത് ഇവിടെ അലാറം മുഴങ്ങുമ്പോൾ അവിടെ ഒരു സെക്യൂരിറ്റി ഉണ്ട്. അദ്ദേഹം ഒരു യന്ത്രം ചലിപ്പിക്കുമ്പോൾ ആ യന്ത്രം ഇങ്ങനെ കടന്ന് കറങ്ങുമ്പോൾ ഈ പാലം ഇങ്ങനെ 2 വശത്തേക്ക് ഉയർന്നു മാറി നിൽക്കുകയും കപ്പൽ അതിലൂടെ കടന്നു പോവുകയും ചെയ്യും. ട്രെയിൻ വരുന്ന സിഗ്നൽ കേൾക്കുമ്പോൾ വീണ്ടും യന്ത്രം തിരിക്കുമ്പോൾ പാളം പഴയ ലെവലിലേക്ക് വരും, ട്രെയിൻ അതിലൂടെ കടന്നു പോകും. നിങ്ങൾ വിചാരിക്കും, ഓ അങ്ങനൊക്കെ ഒരെണ്ണം ഉണ്ടോ എന്ന് ചോദിച്ചാൽ പണ്ട് കൊച്ചിയിലുണ്ടായിരുന്നു, എറണാകുളത്ത്, ഇപ്പൊ വർക്ക് ചെയ്യുന്നില്ലെന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അങ്ങനെ അവൻ ഒരു പാലം ഇങ്ങനെ കപ്പൽ കടന്നു പോയിട്ട് ഇങ്ങനെ പാലം ഉയർന്നിരിക്കുകയാ കേട്ടെ. അപ്പോൾ ഈ സെക്യൂരിറ്റിക്കാരൻ തൻ്റെ ഒരേ ഒരു മകനുമായി അവിടെ മകനെ കളിപ്പിച്ചുകൊണ്ട് പന്ത് തട്ടി കളിച്ചുകൊണ്ടിരിക്കുന്നു. ഈ പന്ത് തട്ടി കൊച്ചുമായിട്ട് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു സിഗ്നൽ വന്നു, ട്രെയിൻ വരാൻ പോകുന്നു, ആ പാലം പൂർവ്വസ്ഥിതിയിലാക്കണം. അപ്പൊ കൊച്ചിനോട് പറഞ്ഞു, പപ്പ ഇപ്പൊ വരാമെന്ന് പറഞ്ഞ് കൊച്ചിനെ അവിടെ ഇരുത്തിയിട്ട് ആമൻ അപ്പൻ എഴുന്നേറ്റ് പോയി. കൊച്ച് പന്ത് കാലുകൊണ്ട് ഒറ്റ തട്ട് തട്ടി പന്ത് കറങ്ങിച്ചെന്ന് ഈ യന്ത്രത്തിന്റെ അകത്തേക്ക് വീണു. ഈ അപ്പൻ യന്ത്രത്തിന്റെ സ്വിച്ച് ഇടാൻ പോകുമ്പോൾ കാണുന്ന കാഴ്ച അതാ കുഞ്ഞ് യന്ത്രത്തിന്റെ അകത്തേക്ക് കൈയിട്ട് പന്തെടുക്കാൻ ശ്രമിക്കുന്നു. അപ്പനാകെ ഭയന്നു പോയി നോക്കിയപ്പോൾ കാണുന്ന കാഴ്ച അതാ ട്രെയിൻ അവിടുന്ന് പാഞ്ഞു വരുന്ന, ചൂളം കുത്തി വരുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട്. ഇവിടെ കുഞ്ഞ് യന്ത്രത്തിന്റെ അകത്ത് പന്തെടുക്കുവാൻ കിടപ്പുണ്ട്. അപ്പൻ ഇവിടെ യന്ത്രം ഓൺ ചെയ്യാൻ നിൽക്കുന്നു. എന്ത് ചെയ്യും? അപ്പന്റെ മുമ്പിൽ 2 വഴിയേ ഉള്ളൂ. ഒന്നുകിൽ ഓടിച്ചെന്ന് തൻ്റെ കുഞ്ഞിനെ വാരിയെടുക്കാം, പക്ഷേ ആയിരക്കണക്കിന് ആളുകൾ ഈ അഗാധഗർത്തത്തിലേക്ക്, ഈ കടലിന്റെ അഗാധത്തിലേക്ക് ഈ ട്രെയിനിൽ വരുന്ന ആയിരക്കണക്കിന് ആളുകൾ അതിൽ പതിക്കും.
അല്ലെങ്കിൽ അപ്പനൊറ്റ വഴിയേ ഉള്ളൂ, രണ്ടും കൽപ്പിച്ച് യന്ത്രം ഓൺ ചെയ്യുക. തൻ്റെ കുഞ്ഞ് ആ യന്ത്രത്തിൻ്റെ അകത്ത് ഞെരിഞ്ഞമർന്ന് ചക്കിലമർന്ന പോലെ അരഞ്ഞു മാറും. പക്ഷേ ആയിരക്കണക്കിന് ആളുകൾ അവിടെ സുഗമമായി അവരുടെ ജീവൻ രക്ഷിച്ച് കടന്നു പോകും. രണ്ടാമതൊന്നും ചിന്തിച്ചില്ല. ആ അപ്പൻ ആ യന്ത്രം ഓൺ ചെയ്തു. തൻ്റെ കുഞ്ഞ് ആ യന്ത്രത്തിൻ്റെ അകത്തേക്ക് ഞെരിഞ്ഞമർന്ന് അപ്പാ ഒരു വിളിയോടെ ആ കുഞ്ഞ് ചതഞ്ഞരഞ്ഞതിൻ്റെ രക്തമൊഴുകുമ്പോൾ ആയിരക്കണക്കിന് ആളുകൾ അഗാധ ഗർത്തത്തിൽ വീഴാതെ രക്ഷപ്പെട്ട ആ പിതാവിന്റെ ഹൃദയം സന്തോഷിച്ചെങ്കിൽ എന്തിനാ ഈ കഥ നിങ്ങളോട് പറഞ്ഞെന്നറിയാമോ? വിശുദ്ധ വേദപുസ്തകത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, തന്റെ ഏകജാതനായ പുത്രനെ കാൽവരിയുടെ കൊലക്കളത്തിൽ തകർത്ത് കളയുവാൻ പിതാവായ ദൈവത്തിന് ഇഷ്ടം തോന്നിയെന്ന്. കാരണം ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ജനങ്ങളെ നരകത്തിന്റെ പടുകുഴിയിൽ നിന്ന് രക്ഷിപ്പാൻ തന്റെ ഏകജാതനായ പുത്രനായ മശിഹ തമ്പുരാനെ കാൽവരിയിൽ ബലി കൊടുക്കുവാൻ പിതാവായ ദൈവം തയ്യാറായി. മനസ്സിലായോ? യേശുക്രിസ്തു സകല മനുഷ്യന്റെയും പാപത്തിന് പരിഹാരം വരുത്തുവാൻ ക്രൂശിൽ പ്രാണനെ അർപ്പിക്കുവാൻ മനുഷ്യനായി ഇറങ്ങി വന്നു. കേൾക്കേ, ജനനത്തിൽ പോലും പാപമില്ലാത്തവനായി ജനിക്കുമെന്ന് പ്രവാചകനായ യെശയ്യാവ് വിളിച്ചു പറയുക. കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. നോക്കണം, ഇനി എന്നെ അതിശയിപ്പിച്ച വേറെ ഒന്ന് രണ്ട് ചിന്തകൾ നിങ്ങളോട് പറയാം. യേശുക്രിസ്തു ഈ ഭൂമിയിൽ ജനിക്കുന്നതിന് ഏകദേശം 700-ൽ പരം വർഷങ്ങൾക്ക് മുൻപ് ലോകത്തിലേക്ക് വന്ന പ്രവാചകനാണ് യെശയ്യാവ്. ഇത് കഥയല്ല കേട്ടോ, ചരിത്രമാണ്. ഏകദേശം 700-ൽ പരം വർഷങ്ങൾക്ക് മുമ്പ് യെശയ്യാവ് എന്ന് പറയുന്ന പ്രവാചകൻ ലോകത്തിലേക്ക് വന്നിട്ട് ജനത്തോട് പറയുക, മനുഷ്യരെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാൻ കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. കേട്ടോണേ, ഈ പ്രവാചകന്റെ ശേഷം അടുത്തൊരു പ്രവാചകൻ കയറി വരിക, മീഖ. ഈ മീഖ എന്ന് പറയുന്ന പ്രവാചകൻ വന്നേച്ച് പറയുക, ആ യെശയ്യാവ് പറഞ്ഞ ഒരു രക്ഷകനുണ്ടല്ലോ, മനുഷ്യനെ പാപത്തിൽ നിന്ന് രക്ഷിപ്പാൻ വരുന്ന രക്ഷകൻ, അവൻ ബത്ലഹേം എഫ്രാത്തയിൽ ജനിക്കും. നിങ്ങൾ കേട്ടോ, നിങ്ങളുടെ ഇത്രയും വയസ്സ് പ്രായത്തിനിടയ്ക്ക് ഞാൻ നിങ്ങൾ ഓരോരുത്തരോടും ചോദിക്കുക, നിങ്ങൾ ഇത്രയും വയസ്സ് പ്രായത്തിനിടയ്ക്ക് ഈ ലോകത്ത് ജീവിച്ചവരാ നിങ്ങൾ. ഇന്ന് വരെ ഈ ഉലകത്തിൽ ഏതെങ്കിലും ഒരു മഹാത്മാവ്, ഏതെങ്കിലും ഒരു ഗുരുവരന്മാര്, ഏതെങ്കിലും ഒരു വലിയ പുള്ളി ഈ ലോകത്തിൽ ജനിക്കുന്നതിന് 6 മാസം മുമ്പെങ്കിലും ഇവിടെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ 6 മാസം കഴിയുമ്പോൾ ഇങ്ങനെ ഒരു ഗുരുവരൻ ഇന്ന സ്ഥലത്ത് ഇങ്ങനെ ജനിക്കുമെന്ന്? ഓരൊറ്റ നേതാക്കന്മാരെ കുറിച്ചും 6 മാസം മുമ്പ് പോലും, പോട്ടെ 3 മാസം മുമ്പ് പോലും, പോട്ടെ 1 മാസം മുമ്പ് പോലും ഉലകത്തിൽ ഒരുത്തനും പറയാതിരുന്നപ്പോൾ യേശുക്രിസ്തു ജനിക്കുന്നതിന് 700-ൽ പരം വർഷങ്ങൾക്ക് മുമ്പ് ജനിക്കുന്ന പഞ്ചായത്തും വില്ലേജും വരെ പ്രവചിച്ചു വെച്ചിട്ട് ആ പ്രവചിച്ചതുപോലെ പ്രവചിച്ച സ്ഥലത്ത് ജനിച്ച ഒരേ ഒരുവനെ ഉലക ചരിത്രത്തിലുള്ളൂ. ബത്ലഹേം എഫ്രാത്തയിൽ ജനിച്ച ഷമീർ അബ്ദുൽ സലാം പ്രസംഗിക്കുന്ന നസ്രത്തുകാരനായ യേശുക്രിസ്തു. പറയാമോ മറ്റൊരുത്തനെ? ചൂണ്ടിക്കാണിക്കാമോ മറ്റൊരുത്തനെ? ചലഞ്ച് ചെയ്യുന്നു ആലഞ്ചോല ദേശത്തോട്. ഒരൊറ്റ മനുഷ്യൻ ജനിക്കുന്നതിന് 6 മാസം മുമ്പ് പോലും പ്രവചിക്കപ്പെട്ടിട്ടില്ല. ഇങ്ങനെ ഒരു രക്ഷകൻ, ഇങ്ങനെ ഒരു മനുഷ്യൻ, ഇങ്ങനെ ഒരു ഗുരുവരൻ ഇന്ന പഞ്ചായത്തിൽ ഇന്ന വില്ലേജിൽ ജനിക്കുമെന്ന് ഉലക ചരിത്രത്തിൽ ഒരുത്തനെ കുറിച്ചും പറയാതിരുന്നപ്പോൾ ഞാൻ പ്രസംഗിക്കുന്ന യേശുക്രിസ്തുവിനെ കുറിച്ച് വർഷങ്ങൾക്കപ്പുറത്ത് ബത്ലഹേം എഫ്രാത്തയിൽ ജനിക്കുമെന്ന പ്രവചനത്തെ നിവർത്തീകരിച്ചുകൊണ്ട് യേശുക്രിസ്തു ബത്ലഹേം എഫ്രാത്തയിൽ ജനിച്ചു. 30 വർഷം, 30 വയസ്സ് വരെ അമ്മയപ്പന്മാർക്ക് കീഴടങ്ങി ഒരു മാതൃകയുള്ള ജീവിതം നയിച്ചയാളാണ് ഞാൻ പ്രസംഗിക്കുന്ന യേശുക്രിസ്തു. ആലഞ്ചോല ദേശത്തോടെ അഭിമാനത്തോടെ ഞാൻ വിളിച്ചു പറയുന്നു, യേശുക്രിസ്തു ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന കാലഘട്ടം, യേശുക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ പറഞ്ഞ വാക്കുകൾ, ചെയ്ത പ്രവർത്തികൾ, ജീവിച്ച ജീവിതം, അന്ന് ജീവിച്ചവർക്കും ഇന്ന് 2026-ൽ ജീവിക്കുന്ന കുഞ്ഞുങ്ങൾക്കും ഇനി വരാനിരിക്കുന്ന ഒരു തലമുറയ്ക്കും അഭിമാനത്തോടെ ചെയ്യാൻ കഴിയുന്ന ജീവിതമാണ് യേശുക്രിസ്തു ഈ ഭൂമിയിൽ ജീവിച്ചത്. മനസ്സിലായോ? പക്ഷേ നിങ്ങൾക്കറിയാവോ,
ഈ ലോകത്തിലെ മറ്റു പല നേതാക്കന്മാരും ജീവിച്ച് കാണിച്ച പോലെ ഇപ്പോഴത്തെ പിള്ളേർ ചെയ്യാൻ തുടങ്ങിയാൽ പോക്സോ കേസിൽ അകത്തു പോകും. ഞാൻ അത്ര ഇപ്പൊ പറയുന്നുള്ളൂ. മനസ്സിലായോ? യേശുക്രിസ്തുവിന്റെ ജീവിതം തുറന്ന പുസ്തകമാണ്. മാതൃകയുള്ള ജീവിതം നയിച്ചു. അമ്മയപ്പന്മാരൊക്കെ കീഴടങ്ങി ജീവിച്ചു. 33 തിരുവയസ്സിൽ സകല മനുഷ്യന്റെയും പാപത്തിന് പരിഹാരം വരുത്തുവാൻ, കാൽവരിയിൽ ഒരു ബലി നടത്തുവാൻ, തൻ്റെ സ്വന്തം ശരീരം യാഗബലിയാക്കി മാറ്റുവാൻ, ഒരു അറുക്കപ്പെട്ട കുഞ്ഞാടായി മാറുവാൻ, പാപത്തിന്റെ പരിഹാര ബലിയായി തീരുവാൻ കാൽവരിയുടെ കൊലക്കളത്തിലേക്ക് എൻ്റെ യേശു ക്രിസ്തു നടന്നു കയറി. ഇന്ന് രാത്രി ഈ ശബ്ദപരിധിയിൽ എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, നിങ്ങളുടെ പുറം കണ്ണടച്ച് ഇന്ന് രാത്രി നിങ്ങളുടെ അകക്കണ്ണൊന്ന് തുറന്ന് ആ കാൽവരിയിലേക്കൊന്ന് നോക്കിയാൽ നിങ്ങൾക്കൊരു കാഴ്ച കാണാം കേട്ടോ. ആയിരങ്ങളിൽ 10,000ങ്ങളിൽ സുന്ദരനായവൻ, വെണ്മയും ചുവപ്പുമുള്ള എൻ്റെ പ്രിയൻ കണ്ടോ? കാൽവരിയിൽ കണ്ടാൽ തിരിച്ചറിയാത്തൊരു മാംസകഷ്ണം പോലെ കിടക്കുന്നത് പ്രവാചകൻ വിളിച്ചു പറഞ്ഞു. അവനെ കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ് അവൻ വിരൂപനായിരുന്നു. അവന്റെ മേൽ ചാട്ടവാറ് കൊണ്ട് അടിച്ചു. പീസു പീസായി മാംസകഷ്ണങ്ങൾ ഇളകി തെറിച്ചു പോയി. തലയ്ക്കകത്ത് മുൾക്കിരീടം അടിച്ചടിച്ചു കയറ്റി വിലാപ്പുറത്ത് കുന്തം കൊണ്ട് കുത്തി തുളച്ചു. പ്രവാചകൻ എഴുതി വെച്ചൊരു വാചകമുണ്ട് കേട്ടോ. പ്രവാചകൻ അവിടെ എഴുതി വെച്ചു, അവൻ വായ തുറക്കാതിരുന്നു. ഇന്നേക്ക് 24 വർഷങ്ങൾക്ക് മുമ്പ് ഞാനും എൻ്റെ ഉമ്മയും പെങ്ങന്മാരും ആദ്യമായിട്ടൊരു ചർച്ചിൽ പ്രാർത്ഥനയ്ക്ക് കടന്നു ചെല്ലുമ്പോൾ ആ ദൈവദാസൻ എഴുന്നേറ്റ് നിന്നുകൊണ്ട് യേശു ക്രിസ്തു മനുഷ്യന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ ക്രൂശിൽ തൻ്റെ പ്രാണനെ ഏൽപ്പിച്ചു കൊടുത്തു എന്ന് പറയുന്ന പ്രസംഗം പ്രസംഗിച്ചപ്പോൾ ആ ദൈവദാസൻ ഇങ്ങനെ പറഞ്ഞു, യേശു വായ തുറക്കാതെ ഇരുന്നു. അറക്കുവാൻ കൊണ്ടുപോകുന്ന ആടിനെ പോലെ, രോമം കത്രിക്കുന്ന മനുഷ്യന്റെ മുമ്പിൽ തലയും കുമ്പിട്ടും മിണ്ടാതിരിക്കുന്ന കുഞ്ഞാടിനെ പോലെ എൻ്റെ യേശു വായ തുറക്കാതിരുന്നു എന്ന് കേട്ടപ്പോൾ, ഇന്നേക്ക് 24 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ അകത്തെ മനുഷ്യൻ, എൻ്റെ ആത്മാവിൽ ഞാൻ ചോദിച്ചു, ദൈവമേ, കാറ്റേ അടങ്ങ്, കടലെ ശാന്തമാകുന്ന ഒറ്റ വാക്കുകൊണ്ട് പ്രകൃതിയെ നാക്കിന്റെ മുമ്പിൽ നിർത്തിയ മഹാദൈവമല്ലേ അങ്ങ്? 4 ദിവസം ചീഞ്ഞ മൃതദേഹത്ത് നോക്കി ലാസറേ പുറത്തു വരിക എന്ന ഒറ്റ വാചകം കൊണ്ട് മരിച്ചുപോയ മനുഷ്യനെ പുറത്തു കൊണ്ടുവന്ന മഹാദൈവമല്ലേ അങ്ങ്? അങ്ങ് ഒരു വാക്ക് കൽപ്പിച്ചിരുന്നെങ്കിൽ ഈ റോമൻ സാമ്രാജ്യത്തെ കത്തിച്ച് ചാമ്പലാക്കിയിട്ട് ഒരു സൂപ്പർ ഹീറോയെ പോലെ ക്രൂശിൽ നിന്ന് സ്ലോ മോഷനിൽ ഇറങ്ങി നടന്നു വരുവാൻ അങ്ങേക്ക് കഴിയുമായിരുന്നിട്ടും അങ്ങ് എന്തുകൊണ്ട് വായ തുറക്കാതിരുന്നു എന്ന് എന്റെ അകത്തു നിന്ന് ചോദിച്ചപ്പോൾ 24 വർഷങ്ങൾക്ക് മുമ്പ് പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു, ഷമീറേ, അവൻ വായ തുറക്കാതിരുന്നില്ലേ? അത് നിനക്ക് വേണ്ടിയാണ്. ഇന്ന് രാത്രി സഹോദര, അത് നിനക്ക് വേണ്ടിയാണ്. ഇന്ന് രാത്രി സഹോദരി, അത് നിനക്ക് വേണ്ടിയാണ്. ഇന്ന് രാത്രി ദേശവാസിയെ, അത് നിനക്ക് വേണ്ടിയാണ്. ഞാനും നീയും അനുഭവിക്കേണ്ടിയിരുന്ന നരകശിക്ഷ എനിക്കും നിനക്കും പകരം എൻ്റെ യേശു ഏറ്റുവാങ്ങിയെന്ന് അറിയാമോ? 6 മാസം സ്നേഹിച്ച പെണ്ണിന് വേണ്ടി ചെറുക്കൻ റെയിൽവേ ട്രാക്കിൽ ചാടുന്ന കാലമായത്. 6 മാസം സ്നേഹിച്ച ചെറുക്കന് വേണ്ടി പെണ്ണ് കയറെ തൂങ്ങുന്ന കാലമായത്. ഞാൻ ഈ ശബ്ദ പരിസരത്തോട് ചോദിക്കുന്നു, അവസാനത്തെ തുള്ളി രക്തം വരെ ഒഴുക്കി തന്ന്, കാൽവരിയിൽ സ്വന്തം പ്രാണനെ പകരമായി തന്ന് എന്നെയും നിങ്ങളെയും സ്നേഹിച്ച കാൽവരിയിലെ പ്രേമത്തിന്റെ മുമ്പിൽ ഇന്ന് രാത്രി എന്ത് പകരം കൊടുക്കും? പറ, എന്ത് പകരം കൊടുക്കും? എത്ര കയറെ തൂങ്ങും? എത്ര ട്രെയിനിന് മുമ്പിൽ ചാടും? ഒന്നും ചോദിച്ചില്ല ദൈവം. നിന്നോട് പകരത്തിന് മരിക്കാൻ പറഞ്ഞില്ല എന്റെ ദൈവം. പകരം ഒന്നേ പറഞ്ഞുള്ളൂ, അവന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നതല്ലോ ദൈവത്തോടുള്ള സ്നേഹം. അത് മാത്രമേ പറഞ്ഞുള്ളൂ, എൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുക. എനിക്ക് നിനക്കും പകരമായി യേശു ക്രൂശിൽ തൻ്റെ പ്രാണനെ യാഗമാക്കി. ഇന്ന് രാത്രി ആലഞ്ചോലക്കാരോട് അവൻ സന്തോഷത്തോടൊരു വാക്ക് വിളിച്ചു പറയാം. ആ 3 ആണി കൊണ്ട്, അരിമത്യക്കാരനായ യോസേഫിന്റെ കല്ലറ കൊണ്ട് യേശു എന്ന വ്യക്തിത്വം അവിടെ അവസാനിച്ചിരുന്നെങ്കിൽ, 3 ആണി കൊണ്ട് അവസാനിച്ച ഒരു യേശുവിനെ പ്രസംഗിക്കാൻ ഷമീർ വരത്തില്ല ആലഞ്ചോലയിൽ. 3 ആണി കൊണ്ട് അവസാനിച്ച യേശുവിന് വേണ്ടി പാടാൻ ഇവിടെ ഒരു കൊയർ ടീം ഇങ്ങനെ ഇരിക്കത്തില്ല. 3 ആണി കൊണ്ട് അവസാനിച്ച യേശുവിന് വേണ്ടി ഈ ഗ്രൗണ്ടിൽ ഒരു കൺവെൻഷൻ ഉയരത്തില്ല. പിന്നെ എന്തുകൊണ്ട് പാടുന്നു?
എന്തുകൊണ്ട് പ്രസംഗിക്കുന്നു? നാട്ടുകാരെ, ഞങ്ങൾ പാടുന്നതും പ്രസംഗിക്കുന്നതും കുമ്പനാട്ടും എടത്തുവായിലും മരുമലയിലും കുരിശുമലയിലും അടഞ്ഞു കിടക്കുന്ന ഒരു കള്ളറവാദിക്കലല്ല, ഏതെങ്കിലും ഒരു കണ്ണാടിക്കൂടിന്റെ മുമ്പിലല്ല, മറിച്ച് ഉലക മഹാന്മാർ അഖിലരും ഒരുപോൽ കല്ലറക്കകത്ത് ഒതുങ്ങി പോയപ്പോൾ ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്ന യേശുക്രിസ്തു പാതാളത്തെ ജയിച്ചു, മരണത്തെ ജയിച്ചു, ലോകത്തെ ജയിച്ചു, പിശാചിനെ ജയിച്ചു. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. അത് വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാണ്. ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കുക, അറിയാൻ വേണ്ടി ചോദിക്കുക. യേശുക്രിസ്തു ഇന്ന് രാത്രി ഈ 8:35 ജീവിക്കുന്നു എന്ന് വിശ്വസിക്കുന്നവർ ഈ ഗ്രൗണ്ടിന്റെ അകത്തുണ്ടെങ്കിൽ നിങ്ങളുടെ കരം ഒന്ന് ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാണ്. എൻ്റെ ബാബുപാസ്റ്ററെ, എനിക്ക് എന്തൊരു സന്തോഷമാണെന്നറിയാവോ? കാര്യം എന്തെന്നറിയാമോ? ഇവരെല്ലാം വിശ്വസിക്കുന്നു യേശു ഇന്ന് രാത്രി ഈ 8:35 യേശു ജീവിക്കുന്നെന്ന് ഇവർ പറഞ്ഞു. കൈവോക്കി ആണോ? ശരിയാണോ? അവിടെ സന്തോഷമാണ്. കാര്യം എന്തെന്നറിയാമോ? ഞങ്ങളുടെ നാട്ടിലൊക്കെ പല ക്രിസ്ത്യാനികളുടെയും വീട്ടിൽ യേശു ചത്തുകുത്തി ഭിത്തിയെ കയറിയെന്ന്. സത്യമായിട്ടും ജീവിച്ചിരിക്കുന്നവരെ കേട്ടു മുണ്ടുന്നില്ല. നിങ്ങൾ സഹോദരിമാരോട് ചോദിക്കുക, നിങ്ങളിപ്പോൾ കൺവെൻഷൻ കഴിഞ്ഞ് വീട്ടിൽ ചെല്ലുമ്പോൾ നിങ്ങളുടെ മക്കള് നിങ്ങളുടെ ഭർത്താവിൻ്റെ ഫോട്ടോ എടുത്ത് ഭിത്തിയിലോട്ട് വെച്ച് ആണി അടിച്ച് മാലയിട്ട് തിരിയും കത്തിച്ച് വെച്ചാൽ നിങ്ങൾ മക്കളെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുമോ? ഒന്ന് വാ തുറന്ന് പറ, കൊടുക്കൂ? വടിയെടുത്ത് ഓടിക്കല്ലേ? എടാ, ജീവനോടിരിക്കുന്ന മനുഷ്യനെ എടുത്ത് ഭിത്തിയെ വെച്ചേക്കുന്ന ഓരടാന്ന് പറയും അല്ലേ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശു ജീവിക്കുന്നു. മനസ്സിലായോ? കല്ലേറുകൊണ്ട് മരണത്തിലേക്ക് പോകാൻ തുനിഞ്ഞ സ്തെഫാനോസ് എന്ന് പറയുന്ന വിശുദ്ധൻ തൻ്റെ കണ്ണുകൾ ഉയർത്തി ആത്മനിറവിൽ സ്വർഗത്തിലേക്ക് നോക്കിയെന്നാണ് എഴുതിയിരിക്കുന്നത്. ഉടനെ സ്തെഫാനോസ് കണ്ടത് എന്താ? സ്വർഗം തുറന്നിരിക്കുന്നു. സ്വർഗം തുറന്നിരിക്കുന്നതും ദൈവത്തിൻ്റെ മഹത്വവും വലത്തുഭാഗത്തെ ഭിത്തിയിൽ യേശുവിൻ്റെ പടവും കണ്ടെന്നാണോ? ആണോ? ബൈബിളിൽ അങ്ങനാണോ? ആണോ? അല്ല, അല്ല ചായ, അല്ലമ്മാമേ. പിന്നെന്തുവാ? സ്വർഗം തുറന്നിരിക്കുന്നതും ദൈവത്തിന്റെ മഹത്വവും വലത്തുഭാഗത്ത് മനുഷ്യപുത്രന് സദൃശനായവൻ ജീവനോടെ നിൽക്കുന്നതും കണ്ടു എന്ന് തിരുവഴുത്തിൽ എഴുതിയിരിക്കുമ്പോൾ ഇന്ന് രാത്രി ദേശത്തോട് വിളിച്ചു പറയട്ടെ, യേശു ജീവിക്കുന്നു. യേശു ജീവിക്കുന്നു. മനസ്സിലായോ? ഇത് തമാശയല്ല. നമ്മുടെ വീട്ടിൽ ജീവിച്ചിരിക്കുന്ന നമ്മുടെ അപ്പനെ ആരെങ്കിലും എടുത്ത് ഭിത്തിയെ വെച്ചാൽ നമ്മുടെ കണ്ണ് നിറയും, നമ്മുടെ ചങ്ക് വേദനിക്കും. എൻ്റെ യേശു മരണത്തെ ജയിച്ചവനാ. യേശു ജീവിക്കുന്നു, ഇന്നും സ്വർഗത്തിൽ ജീവിക്കുന്നു. പ്രാർത്ഥന കേൾക്കാൻ കാതുകളുള്ളവനായി, പ്രാർത്ഥനയ്ക്ക് മറുപടി തരുവാൻ കരങ്ങളുള്ളവനായി, പ്രാർത്ഥിക്കുന്നവന്റെ അടുക്കൽ വന്ന് ഭയപ്പെടേണ്ട, ഞാൻ കൂടെയുണ്ട് എന്ന് സംസാരിക്കുന്ന തൊണ്ടയുള്ളവനായി യേശു ഇന്നും ജീവിക്കുന്നു. ഹല്ലേലൂയ. യേശു മരണത്തെ ജയിച്ചു ഉയർത്തെഴുന്നേറ്റ്. കേട്ടോ, ഉയർത്തെഴുന്നേറ്റ കർത്താവായ യേശു ക്രിസ്തു 40-ലധികം പ്രാവശ്യം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി എന്ന് വിശുദ്ധ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്നിട്ട് യേശുക്രിസ്തു സ്വർഗാരോഹണം ചെയ്യുന്ന സമയം വന്നപ്പോൾ തന്നെ അനുഗമിച്ച ശിഷ്യഗണത്തിന് യേശുക്രിസ്തു ഒരു അന്ത്യ കൽപ്പന കൈമാറി. എന്തുവാ? അന്ത്യ കൽപ്പന കൈമാറി. അപേക്ഷയല്ല, യാചനയുമല്ല. ഇറ്റ് വാസ് ആൻ ഓർഡർ. ഒരു കൽപ്പന കൈമാറി. ഒന്ന് വായിച്ചു കൊടുച്ച മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 15-ാമത്തെ തിരുവചന ഭാഗം ഒന്ന് വായിച്ചു കൊടുത്തേ. അങ്ങനെ തന്നെ ആണോ എന്ന് പ്രിയപ്പെട്ടവരൊന്ന് കേൾക്കട്ടെ. 16-15. പിന്നെ അവൻ അവരോട്, നിങ്ങൾ ഭൂതലത്തിലൊക്കെയും ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പിൻ. കേട്ടോ, എല്ലാവരും കേട്ടോ. ആലഞ്ചോലയിലെ എൻ്റെ മാന്യ സഹോദരങ്ങളായ ക്രൈസ്തവ സഹോദരങ്ങളെല്ലാം ഒന്ന് കേട്ടെ. യേശു അവരോട്, നിങ്ങൾ പുറപ്പെട്ട് ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം അറിയിക്കണമെന്ന്. അതുകൊണ്ട് എന്തിനാ നിങ്ങൾ ഇങ്ങനെ സൗണ്ട് വെച്ച് കെട്ടി? ഞങ്ങളുടെ കൊച്ചുങ്ങൾക്ക് പഠിക്കണ്ടേ, ഞങ്ങളുടെ വീട്ടുകാർക്ക് ജോലി ചെയ്യണ്ടേ, ഞങ്ങൾക്ക് സീരിയൽ കാണണ്ടേ, നിങ്ങൾ എന്തിനാ ഇങ്ങനെ സൗണ്ട് വെക്കുന്നതെന്ന് ചോദിച്ചാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ക്ഷമിക്കണേ, ഇത് യേശുക്രിസ്തുവിന്റെ കൽപ്പനയാണ്.
സകല മനുഷ്യരോടും ഇത് പറഞ്ഞേ മതിയാകൂ. കാരണം ഇത് സൃഷ്ടിച്ചവന്റെ കൽപ്പനയാ. പുറപ്പെട്ട സകല സൃഷ്ടികളോടും സുവിശേഷം അറിയിക്കണമെന്ന് യേശു കൽപ്പിച്ചു. എന്നിട്ട് യേശുക്രിസ്തു സ്വർഗാരോഹണം ചെയ്യുന്ന നിമിഷം വന്നു. കേട്ടോണം, ഒരു ഭാഗവും കൂടെ വായിച്ച് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുക. ശ്രദ്ധിച്ചു കേട്ടോണം. യേശു സ്വർഗാരോഹണം ചെയ്യുന്ന നിമിഷം വന്നു. ഒലിവുമലയിൽ നിന്നുകൊണ്ട് യേശുക്രിസ്തു സ്വർഗാരോഹണം ചെയ്ത് രൂപാന്തരപ്പെട്ട് അവരുടെ കണ്ണിന് മറഞ്ഞു പോകുമ്പോൾ അനുഗമിച്ച ശിഷ്യഗണം, വിശുദ്ധഗണം കണ്ണുകൾ ഉയർത്തി ആകാശത്തിലേക്ക് നോക്കി നിൽക്കുമ്പോൾ അതാ സ്വർഗത്തിൽ നിന്ന് വെള്ളവസ്ത്രധാരിയായ 2 മാലാഖമാർ, ദൂതന്മാർ ഇറങ്ങി വന്ന് കണ്ണുകൾ ഉയർത്തി നിൽക്കുന്ന ശിഷ്യന്മാരോട് പറഞ്ഞ വാക്കെന്താണെന്ന് ബൈബിള് വീട്ടിലുള്ള എല്ലാ ക്രിസ്ത്യാനികളും കേൾക്കണം. വായിക്ക് അപ്പോസ്തല പ്രവൃത്തി 1:11 വായിച്ചു കൊടുത്ത 1:11. ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നതെന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത് ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരുമെന്ന് പറഞ്ഞു. ഇന്ന് രാത്രി ആലഞ്ചോല ദേശത്തോട് ഞങ്ങൾ വിളംബരം ചെയ്യുന്നു, യേശു ക്രിസ്തു വീണ്ടും മടങ്ങി വരും. യേശു വീണ്ടും മടങ്ങി വരും. ദൂതന്മാർ അറിയിച്ച പ്രവചനം, യേശു ക്രിസ്തു വീണ്ടും മടങ്ങി വരും. ഇനി പറയുന്ന കാര്യങ്ങൾ ബൈബിൾ വീട്ടിലുള്ള ഓരോ ക്രിസ്ത്യാനികളും, ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ ശരിയാണോ എന്ന് ബൈബിളിൽ നോക്കി ഉറപ്പ് വരുത്തണം. കേട്ടോണം. വായിരച്ചാ നിർത്തി വായിര്, താഴോട്ട് വായിര്. ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരുമെന്ന് പറഞ്ഞു. ഇത് കേട്ട ശിഷ്യന്മാർ എന്ത് ചെയ്തെന്നൊന്ന് വായിച്ചു കൊടുത്തേ. അവർ യെരുശലേമിന് സമീപത്ത് ഒരു ശബത്ത് ദിവസത്തെ വഴിദൂരമുള്ള ഒലിവുമല വിട്ട് യെരുശലേമിലേക്ക് മടങ്ങിപ്പോന്നു. നിൽക്കട്ടെ, എല്ലാവരും കണ്ടോ? അങ്ങനെ തന്നെയാണോ? ഇനി ഞങ്ങൾ പെന്തക്കോസുകാർ കള്ളം വല്ലതും പറഞ്ഞെന്നൊന്നും പറയരുത്. ശിഷ്യന്മാര് ഒലിവുമല വിട്ട് ഒരു ശബത്ത് ദിവസത്തെ വഴി ദൂരമുള്ള ഒലിവുമല വിട്ട് യെരുശലേമിലേക്ക് മടങ്ങി വന്നു. അങ്ങനല്ലയോ വായിച്ചേ? അവിടെ അവിടെ എത്തിയപ്പോൾ അവർ പാർത്ത മാളിക മുറിയിൽ കയറിപ്പോയി. ക്ലിയർ ആണോ? ഹലോ, ക്ലിയർ ആണോ? ശിഷ്യന്മാര് മാളിക മുറിയിലോട്ട് കയറിപ്പോയെന്ന് കേട്ടോണം. കയറിപ്പോയവരുടെ പേര് വിവരങ്ങൾ പരിശുദ്ധാത്മാവ് വളരെ കൃത്യമായി ബൈബിളിൽ എഴുതി വെച്ചിട്ടുണ്ട്. കയറിപ്പോയവരുടെ പേര് വിവരം ഞാനത് വായിപ്പിക്കാൻ പോവുക. ഈ പരിസരത്തുള്ള സകല ക്രൈസ്തവ സഹോദരങ്ങളും ബൈബിൾ എടുത്ത് പരിശോധിക്കണം. ഇങ്ങേര് പറയുന്നത് ശരിയാണോ അതോ കള്ളമാണോ എന്ന് നിങ്ങൾ പരിശോധിച്ചോണം. ഞങ്ങൾ സ്വന്തമായിട്ട് എന്തെങ്കിലും പറയുന്നതാണോ എന്ന് നിങ്ങൾ നോക്കിക്കോണം. തിരുവെഴുത്തിൽ ആ മാളിക മുറിയിലോട്ട് കയറിപ്പോയവരുടെ പേര് വിവരങ്ങളുണ്ട്. ആരാന്നൊന്ന് വായിച്ചാ? പത്രോസ്. നിൽക്കട്ടെ, ആരാ പത്രോസ്? പറ. നമ്മുടെ ക്രൈസ്തവ സമൂഹത്തിൽ പലരും പത്രോസിനെ കുറിച്ച് വിശേഷിപ്പിക്കുന്നത് ഒന്നാമത്തെ പോപ്പ് എന്നാണ്, മാർപ്പാപ്പ എന്നാണ്. ശരിയല്ലേ? നല്ല പദവിയാ, അതിനകത്ത് ഒരു ദോഷമൊന്നും പറയാനില്ല. പത്രോസ് ലീഹായെ പലരും വിശ്വസിക്കുന്നത് ഒന്നാമത്തെ മാർപ്പാപ്പ എന്നാണ്, പോപ്പ്. അത്ര ബഹുമാനമുള്ള മനുഷ്യനാണ് പത്രോസ് ലീഹ. അപ്പൊ മേലോട്ട് കയറിപ്പോയവരിൽ പത്രോസ് ഉണ്ടോ? മിണ്ടുന്നില്ല. ഉണ്ട്. ഇനി ആരുണ്ട്? യോഹന്നാൻ ഉണ്ടോ? ഉണ്ട്. അടുത്തത് യാക്കോബ് ഉണ്ടോ? ഉണ്ട്. അടുത്തത് അന്ത്രയോസ്, ഫിലിപ്പോസ്, തോമസ് എന്ന് പറയുന്നതാണ് തോമാസ് ലീഹ. അപ്പൊ പത്രോസ് ലീഹ ഉണ്ട്, തോമാസ് ലീഹ ഉണ്ട്. പിന്നെ ആരുണ്ട്? വായര് ബർത്തലോമായി, മത്തായി, അൽഫായുടെ മകനായ യാക്കോബ്, എരിവുകാരനായ ശിമോൻ, യാക്കോബിന്റെ മകനായ യൂദ. അപ്പൊ യൂദാസ് ലീഹ ഉണ്ട്. 3 സ്ലീഹാമാര് പ്രധാനപ്പെട്ടവരുണ്ട്. പത്രോസ് ലീഹ ഉണ്ട്, തോമാസ് ലീഹ ഉണ്ട്, യൂദാസ് ലീഹ ഉണ്ട്. ഇനി ആരുണ്ട്? വായിര്. ഇവരെല്ലാവരും സ്ത്രീകളോടും യേശുവിന്റെ അമ്മയായ മറിയോടും. അപ്പൊ ആരൊക്കെ ഉണ്ട്? പത്രോസ് ലീഹ ഉണ്ട്, തോമാസ് ലീഹ ഉണ്ട്, യൂദാസ് ലീഹ ഉണ്ട്, യേശുക്രിസ്തുവിന്റെ അമ്മയായ മറിയ ഉണ്ട്. അവന്റെ സഹോദരന്മാരോടും കൂടെ ഒരു മനപ്പെട്ട് പ്രാർത്ഥന കഴിച്ചു പോന്നു.
ഹലോ ഇദ്ദേഹം വായിച്ചത് ശരിയാണോ? ഇദ്ദേഹം വായിച്ചത് ശരിയാണോ? എല്ലാ ബൈബിളിലും അങ്ങനെ ഉണ്ടോ? ഉണ്ട്. ഒന്നുകൂടെ വേണം, ഞാൻ ഒന്നുകൂടെ വേണേ പേര് പറയാം. നിങ്ങൾ പരിശോധിച്ചോ ഉണ്ടോ ഇല്ലയോ എന്ന് ഒന്നുകൂടെ വേണേ പേര് പറയാം, കേട്ടോ. ആമേ. മുകളിലോട്ട് കയറിപ്പോയവരുടെ പേര് ഞാൻ ഒന്നുകൂടെ പറയാൻ പോവാ, നോക്കിക്കോ ശരിയാണോന്ന്. പത്രോസ്, യോഹന്നാൻ, യാക്കോബ്, അന്ത്രയോസ്, ഫിലിപ്പോസ്, തോമസ്, ബർത്തലോമായി, മത്തായി, അൽഫയുടെ മകനായ യാക്കോബ്, എരിവുകാരനായ ശീമോൻ, യാക്കോബിന്റെ മകനായ യൂദ, ഇവരെല്ലാവരും സ്ത്രീകളോടും യേശുവിന്റെ അമ്മയായ മറിയയോടും സഹോദരങ്ങളോടും ഒപ്പം ഒരു മനപ്പെട്ട് പ്രാർത്ഥന കഴിച്ചു പോന്നു. ശരിയാണോ അച്ഛാ? വള്ളിയോ പുള്ളിയോ ഞാൻ കൂട്ടിയിട്ടുണ്ടോ? വള്ളിയോ പുള്ളിയോ ഞാൻ കുറച്ചിട്ടുണ്ടോ? ഇല്ല. ഇവരെല്ലാം മാളിക മുറിയിൽ കയറിപ്പോയി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് എൻ്റെ മാന്യ സഹോദരങ്ങളായ ക്രൈസ്തവ സ്നേഹിതർ കേൾക്കണം. എന്തോ സംഭവിച്ചു എന്ന്. 2-ാം അധ്യായം 1-ാം വാക്യം വായിര്. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ച് കൂടിയിരുന്നു. ഒന്ന് ശ്രദ്ധിച്ചേ. ഇവരെല്ലാവരും ആ മാളിക മുറിയിൽ മര്യാദയ്ക്ക് അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ ഇടയിലോട്ട് കുറച്ച് പെന്തക്കോസ്തുകാർ വന്നപ്പോൾ എന്നാണോ? ആണോ അച്ഛാ? പെന്തക്കോസ്തുകാർ വന്നപ്പോൾ എന്നാണോ? അല്ല. പിന്നെന്തുവാ? പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാര്, ആലഞ്ചോലക്കാര്, പെന്തക്കോസ്തുകാർ എന്നൊരു കാർ ഇല്ല, അങ്ങനെ ഒരു കാർ ഇല്ല. പിന്നെന്തുവാ വന്നത്? പെന്തക്കോസ്ത് നാൾ എന്ന് പറഞ്ഞാൽ 50-ാം പെരുന്നാൾ ദിവസം, ഡേ ഓഫ് പെന്തക്കോസ്ത്. പന്തക്കുസ്ത പെരുന്നാൾ ദിവസം വന്നു. പെരുന്നാൾ ദിവസം വന്നപ്പോൾ പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ച് കൂടിയിരുന്നു. നിൽക്കട്ടെ, എല്ലാവരും ആരാന്ന് ഇനി പറയണോ? പത്രോസ്, യോഹന്നാൻ, യാക്കോബ്, അന്ത്രയോസ്, ഫിലിപ്പോസ്, തോമസ്, ബർത്തലോമായി, മത്തായി, അൽഫയുടെ മകനായ യാക്കോബ്, എരിവുകാരനായ ശീമോൻ, യാക്കോബിന്റെ മകനായ യൂദ, ഇവരെല്ലാവരും സ്ത്രീകളും യേശുവിന്റെ അമ്മ മറിയയും സഹോദരങ്ങളും. ക്ലിയർ ആണോ? എല്ലാവരും ഒന്നിച്ച് ഒരു സ്ഥലത്ത് കൂടിയിരുന്നു. അപ്പോഴെന്ത് സംഭവിച്ചു? വായിച്ചേ. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്തുനിന്ന് ഒരു മുഴക്കമുണ്ടായി. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്ന പോലെ ആകാശത്തു നിന്നൊരു മുഴക്കമുണ്ടായി. എന്നിട്ടോ അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു. എന്നിട്ട് അഗ്നിജ്വാല പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി അവരിൽ ഓരോരുത്തരുടെ മേൽ പതിഞ്ഞു. അടുത്ത വാക്ക് എല്ലാവരും കാതു തുറന്ന് കേട്ടോണം. അടുത്ത വാക്ക്. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. എന്ത് സംസാരിച്ചു തുടങ്ങി? സഭ പറ. അന്യഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി. ആര്? എല്ലാവരും. ആരെല്ലാവരും? പത്രോസ്, യോഹന്നാൻ, യാക്കോബ്, അന്ത്രയോസ്, ഫിലിപ്പോസ്, തോമസ്, ബർത്തലോമായി, മത്തായി, അൽഫയുടെ മകനായ യാക്കോബ്, എരിവുകാരനായ ശീമോൻ, യാക്കോബിന്റെ മകനായ യൂദ, ഇവരെല്ലാവരും സ്ത്രീകളും യേശുവിന്റെ അമ്മ മറിയയും സഹോദരങ്ങളും അന്യഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി. ഈ അന്യഭാഷ സംസാരിക്കുന്ന കൂട്ടത്തെയാണ് നാട്ടുകാരെന്തോ വിളിക്കുന്നത്? പറ. പെന്തക്കോസ്. അങ്ങനെയാണെങ്കിൽ 1-ാമത്തെ പെന്തക്കോസുകാരൻ പത്രോസ് ലീഗ അല്ലേ അച്ഛാ? 1-ാമത്തെ പെന്തക്കോസുകാരൻ തോമാസ് ലീഗ അല്ലയോ അച്ഛാ? 1-ാമത്തെ പെന്തക്കോസുകാരൻ യൂദാസ് ലീഗ അല്ലയോ അച്ഛാ? 1-ാമത്തെ പെന്തിക്കോസുകാരി മറിയ അല്ലയോ അച്ഛാ? ഇവരെല്ലാം അന്യഭാഷ പറഞ്ഞെന്നല്ലേ ആകാശം മാറിയാലും ഭൂമി ഒഴിഞ്ഞു പോയാലും മാറ്റം വരാത്ത തിരുവഴുത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ശരിയല്ലേ? ഞങ്ങൾ കള്ളം വല്ലതും പറഞ്ഞു? ഇല്ലാത്ത വല്ലതും പറഞ്ഞു? പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു, എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി അന്യഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി. 1-ാമത്തെ മാർപ്പാപ്പയും കൂട്ടരും അന്യഭാഷ പറഞ്ഞെങ്കിൽ അതിന്റെ പിൻതലമുറക്കാരാ ഞങ്ങൾ. ഹല്ലേലൂയ. എല്ലാവരും ആത്മാവിൽ അന്യഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി. ആ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ഒരാൾ പ്രസംഗിക്കാൻ എഴുന്നേറ്റ് നിന്നു. ആരാ? ആ 1-ാമത്തെ പോപ്പെന്ന് ക്രൈസ്തവ സമൂഹം വിശ്വസിക്കുന്ന ബഹുമാന്യനായ പത്രോസ് ലീഗ. അദ്ദേഹം പരിശുദ്ധാത്മ നിറവിൽ എഴുന്നേറ്റ് നിന്ന് പ്രസംഗിച്ചു. എന്താ സംഭവിച്ചെന്നറിയണ്ടേ? പ്രസംഗിച്ചപ്പോൾ എന്ത് സംഭവിച്ചെന്നറിയണ്ടേ? 2-ാം അധ്യായം 37-ാം വാക്യം വായിര്. 2:37. ഇത് കേട്ടിട്ട് അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ട്. ഒന്നോടെ. ഇത് കേട്ടിട്ട് അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ട്. ഏത് കേട്ടിട്ട്? പത്രോസ് ലീഗ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് പ്രസംഗിച്ച പ്രസംഗം കേട്ടപ്പോൾ കേട്ടവരുടെ ഹൃദയത്തിൽ എന്തുകൊണ്ടു? കുത്തുകൊണ്ട്. എന്തുകൊണ്ടു? പറ. കുത്തുകൊണ്ടെന്ന്. മനസ്സിലായോ? നിങ്ങളുടെ ആരുടെയെങ്കിലും ബൈബിളിൽ ഇത് കേട്ടിട്ട് അവർ ഹൃദയത്തിൽ ഇക്കിളി പൂണ്ടു എന്നുണ്ടോ? ഉണ്ടോ? ഇക്കിളി കൊണ്ടു ഉണ്ടോ? ഇല്ല സഹോദരങ്ങളെ. പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ആത്മാവിൽ നിറഞ്ഞവൻ വചനം പ്രസംഗിച്ചപ്പോൾ അത് കേട്ടവിടെ ഹൃദയത്തിൽ കുത്തുകൊണ്ടെന്നാണ് വചനം.
മനസ്സിലായോ? അപ്പോ ഇടയ്ക്കൊക്കെ കുത്തുകൊള്ളുന്നെങ്കിൽ ഓർത്തോണം, പ്രസംഗിക്കുന്ന ആള് പരിശുദ്ധാത്മാവിലാ പ്രസംഗിക്കുന്നത്. അതുകൊണ്ടാ കുത്തുകൊള്ളുന്നേ. മനസ്സിലായോ? ഈ കുത്തുകൊള്ളുന്ന ഉടനെ ഓടിപ്പോയേച്ച് പിന്നെ പാസ്റ്ററെ വിളിച്ചിട്ട് നിങ്ങളൊരു കൺവെൻഷൻ നടത്തി ഞങ്ങളെല്ലാം കുത്തി എന്ന് പറയരുത്. കേൾവിക്കാരോടാ പറയുന്നത്, ഞങ്ങളെ കുത്തി എന്ന് പറയരുത്. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവൻ ആത്മനിറവിൽ പ്രസംഗിച്ചപ്പോൾ അത് കേട്ടവിടെ ഹൃദയത്തിനകത്ത് കുത്തുകൊണ്ടു. എന്താ കാരണം? ഈ വചനത്തിനൊരു പ്രത്യേകതയുണ്ട്. ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും സദ്യമജ്ജ മാംസങ്ങളെ വേർപിടിവിക്കുന്നവരെ തുളച്ചകത്തോട്ട് കയറുന്ന ദൈവത്തിന്റെ വചനം, ജീവനുള്ള വചനം അകത്തോട്ട് തുളച്ചു കയറി കുത്തുകൊണ്ടെന്ന്. ഇനി കേട്ട അടുത്ത വാക്ക്, കുത്തുകൊണ്ടവരെല്ലാം കൂടെ എന്ത് ചെയ്തു? പ്രസംഗിച്ച പാസ്റ്ററുടെ കൊങ്ങായ്ക്ക് പിടിച്ചെന്നാണോ? പത്രോസിനോടും ശേഷം അപ്പോസ്തലന്മാരോടും സഹോദരന്മാരായ പുരുഷന്മാരെ ഞങ്ങൾ എന്തു ചെയ്യണ്ടു എന്ന് ചോദിച്ചു. കുത്തുകൊണ്ടവരെല്ലാം കൂടെ ഒറ്റ നിലവിളിയാ. ആ ഒന്നാമത്തെ പോപ്പായ മാർപ്പാപ്പയാന്ന് പറയുന്ന പത്രോസ്ലീഹായോടും കൂട്ടരോടും ഒരു നിലവിളി. സഹോദരന്മാരെ, ദൈവദാസന്മാരെ, നിങ്ങൾ അവിടെ ഓരോന്നും പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്റെ ചങ്കത്ത് കുത്തുകൊള്ളുകയായിരുന്നു. പറ ഞങ്ങൾ എന്ത് ചെയ്യണം? അടുത്ത വാക്ക്. പത്രോസ് അവരോട് നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങൾ മാനസാന്തരപ്പെടണം. ഷമീർ കൊല്ലത്തിന്റെ വാക്കല്ല, ഒന്നാമത്തെ പോപ്പിന്റെ കൽപ്പന. നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ. നിൽക്കട്ടെ, പാപമോചനം വേണമെങ്കിൽ ഒരു നാണയത്തൊട്ട് കൊടുക്കണ്ട, 1 കിലോമീറ്റർ നടക്കണ്ട, ഒരു മെഴുകുതിരി പോലും കത്തിക്കണ്ട, മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ടാ മതിയെന്ന് ആരാ പറഞ്ഞേ? ഞാനാണോ പറഞ്ഞേ? അതോ ഇവിടെ ഇരിക്കുന്ന പാഷന്മാരാരെങ്കിലും ആണോ പറഞ്ഞേ? ഞങ്ങളാരും അല്ല പറഞ്ഞത്. ഒന്നാമത്തെ പോപ്പെന്ന് ക്രൈസ്തവ സമൂഹം ഇന്നും ബഹുമാനിക്കുന്ന, വിശ്വസിക്കുന്ന ആമേൻ പത്രോസ്ലീഹായുടെ പ്രഖ്യാപനം. നിങ്ങൾക്ക് പാപമോചനം വേണോ? ഒരു നാണയത്തൊട്ട് ചെലവില്ല, 1 രൂപ ചെലവില്ല, 1 കിലോമീറ്റർ നടക്കണ്ട, മാനസാന്തരപ്പെട്ട് പാപമോചനത്തിനായി സ്നാനമേൽക്കാൻ. എൻ്റെ പ്രിയപ്പെട്ട ക്രൈസ്തവ സ്നേഹിതരെ, സഹോദരങ്ങളെ, ആ പത്രോസ്ലീഹയുടെ വാക്ക് വള്ളി പുള്ളി മാറ്റാതെ ഞങ്ങൾ ഇന്നും നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. ഒരു വരിയെങ്കിലും ഞങ്ങൾ കൂട്ടിയോ? ഒരു വരിയെങ്കിലും ഞങ്ങൾ കുറച്ചോ? അദ്ദേഹം പറഞ്ഞത് ഇന്നും ഞങ്ങൾ ഏറ്റുപറയുന്നതല്ലേ ചെയ്യുന്നുള്ളൂ. ഒരു വാക്കുപോലും കൂട്ടാതെ, ഒരു വള്ളി പോലും കുറയ്ക്കാതെ ഇന്നും ഞങ്ങൾ ആലഞ്ചോട് ദേശത്തോട് വിളംബരം ചെയ്യുന്നു. പാപമോചനം വേണോ? മോക്ഷം വേണോ? ഒരൊറ്റ രൂപ ചെലവില്ല, മാനസാന്തരപ്പെട്ട് സ്നാനമേൽപ്പി. പത്രോസ്ലീഹയുടെ പ്രഖ്യാപനം. ഒരിക്കൽ ഒരു കൺവെൻഷൻ സ്റ്റേജിൽ പ്രസംഗം കഴിഞ്ഞപ്പോൾ ഒരു സഹോദരി അടുക്കൽ വന്നു. പാസ്റ്ററെ, നല്ല പ്രസംഗമായിരുന്നു, ഇഷ്ടപ്പെട്ടു, യൂട്യൂബിലൊക്കെ ഇടയ്ക്ക് കേൾക്കാറുണ്ട്, സന്തോഷം. പിന്നെ ഞാനൊരു സംശയം ചോദിച്ചാൽ പറഞ്ഞു തരുമോ? പറഞ്ഞു തരാം. ഞങ്ങള് ഈ കുഞ്ഞുനാളിൽ സ്നാനപ്പെട്ടവരാ, അപ്പം ഇനി ഞങ്ങൾ സ്നാനപ്പെടണോ ചോദിച്ചു. ഇപ്പൊ ഞാൻ പറഞ്ഞു, സഹോദരി, പത്രോസ്ലീഹ പറഞ്ഞത് എങ്ങനെ സ്നാനപ്പെടണമെന്നാ? മാനസാന്തരപ്പെട്ട് സ്നാനപ്പെടണമെന്നാ. ഈ കുഞ്ഞു പ്രായത്തിൽ മാനസാന്തരം നടക്കുമോ? എനിക്ക് അറിഞ്ഞുകൂടാ, നടക്കുമോ? യേശുവേ, മാനസാന്തരം എന്ന് പറഞ്ഞാൽ ഇനി എന്താന്നായിരിക്കും പറയാം. യേശുവേ, ഞാനൊരു പാപിയാണ് എന്നെനിക്ക് ബോധ്യം വന്നിരിക്കുന്നു. അങ്ങ് എൻ്റെ പാപത്തിന് വേണ്ടി ഭൂമിയിലേക്ക് വന്നെന്നും എനിക്കായി മരിച്ച് അടക്കപ്പെട്ടെന്നും ഉയർത്തെഴുന്നേറ്റെന്നും എന്നെ ചേർക്കാൻ അങ്ങ് വീണ്ടും വരുമെന്നും ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്ന കർത്താവേ, എൻ്റെ പാപങ്ങളെ എന്നോട് ക്ഷമിച്ച് എന്നെ അങ്ങയുടെ മകനാക്കണമേ എന്ന് പറയുന്നതാണ് മാനസാന്തരത്തിൻ്റെ അനുഭവം. അങ്ങനൊരു അനുഭവം ഒരു കുഞ്ഞിന് സാധ്യമാകുമോ എന്നാണ് എൻ്റെ ചോദ്യം. അപ്പോൾ ആ സഹോദരി പറഞ്ഞു, പാസ്റ്ററെ, അത് പറ്റത്തില്ല. പക്ഷേ പിന്നെ ഞങ്ങൾ വിശ്വസിക്കുന്നത് കുഞ്ഞിലെ സ്നാനപ്പെട്ടിട്ട് വളരുമ്പം മാനസാന്തരപ്പെടാലോ എന്നാണ് ഞങ്ങളുടെ ഒരു ചിന്ത എന്ന് പറഞ്ഞു. അറിയാത്ത കാര്യങ്ങൾ ചോദിക്കുമല്ലേ. അപ്പം ഞാൻ പറഞ്ഞു, സഹോദരി, നമ്മളൊക്കെ എന്നും കുളിക്കാറുണ്ട് ഇല്ലേ? നമ്മളെന്നും കുളിക്കാറില്ലേ? ഇന്ന് കുളിച്ചോ? പറ ഒന്ന്. കുളിച്ചു. കുളിച്ചിട്ട് തല തോർത്തിയോ?
തോർത്തി. വർഷങ്ങളായിട്ട് ഇത് തന്നെയല്ലേ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നാളെ തൊട്ടൊരു ചേഞ്ച് ആയാലോ, ആദ്യം തല തോർത്തി വെച്ച് പിന്നെ കുളിച്ചാലോ? അപ്പൊ ഇവര് ചിരിക്കുക. ആദ്യം തല തോർത്തിയിട്ട് പിന്നെ കുളിച്ചാൽ തെറ്റൊന്നുമില്ല, പക്ഷെ പിന്നെ എന്ത് ചെയ്യേണ്ടി വരും? തോർത്തേണ്ടി വരും. അതാണ് നാട്ടു നടപ്പ്. അപ്പോൾ നമ്മുടെ മനുഷ്യന്റെ ജീവിതത്തിൽ നമ്മൾ ഡെയിലി ചെയ്തുകൊണ്ട് വന്നിരിക്കുന്ന ഒരു കാര്യം തല തിരിച്ച് ചെയ്താൽ പ്രശ്നമാകുമെങ്കിൽ ആകാശം മാറിയാലും ഭൂമി ഒഴിഞ്ഞു പോയാലും വള്ളിപുള്ളി മാറ്റം വരാത്ത ദൈവത്തിന്റെ തിരുവചനം ആർക്കും തലതിരിക്കാൻ അനുവാദമില്ല. മാനസാന്തരപ്പെട്ട് സ്നാനമേൽക്കണമെന്ന് തിരുവെഴുത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ആദ്യം സംഭവിക്കേണ്ടത് മാനസാന്തരം. അപ്പം ആ സഹോദരി ഒരു സംശയം കൂടെ ചോദിച്ചു, പാസ്റ്ററെ അങ്ങനെയാണെങ്കിൽ കുഞ്ഞിന് ഏറ്റു പറയാൻ പറ്റത്തില്ല. ശരിയാ, ഞങ്ങൾക്കത് അറിയാം. പക്ഷെ പകരത്തിന് വേറൊരാള് ഏറ്റു പറയാൻ നിന്നാ പോരെ? അങ്ങനെ ചോദിച്ചു. അറിയാത്ത കാര്യങ്ങൾ ചോദിക്കുക പകരത്തിന്. അപ്പൊ ഞാൻ ആ സഹോദരിയോട് ചോദിച്ചു, സഹോദരി പള്ളിയിൽ വിവാഹ നിശ്ചയം കൂടാൻ പോയിട്ടുണ്ടോ എന്ന് ചോദിച്ചു. നിങ്ങൾ പോയിട്ടുണ്ടോ? ഒന്ന് വേഗം കൈപൊക്കി പറ, പോയിട്ടുണ്ടോ? ഉണ്ട്. വിവാഹ നിശ്ചയത്തിന് പോകുമ്പോൾ ഈ ബഹുമാനപ്പെട്ട പുരോഹിതന്മാരുണ്ടല്ലോ, അച്ഛന്മാര്, ബഹുമാനപ്പെട്ട അച്ഛന്മാര് ഈ പെണ്ണിനോടും ചെറുക്കനോടും ഇങ്ങനെ ചോദിക്കാറുണ്ടോ എന്ന് നിങ്ങൾ പറയണം. സത്യമേ പറയാവൂ, കള്ളമൊന്നും പറയരുത്. ഇങ്ങനെ ചോദിക്കാറുണ്ടോ? പ്രിയ സൂസമ്മേ, നിന്റെ വലത്തു ഭാഗത്ത് നിൽക്കുന്ന ജേക്കബിന്റെയും ശോശാമ്മയുടെ മകൻ സണ്ണിക്കുട്ടിയെ വിവാഹ നിശ്ചയം കഴിപ്പാൻ നിനക്ക് സമ്മതമാണോ? ചോദിക്കാറുണ്ടോ? പറ. ഉണ്ടോ? അല്ല, എനിക്കറിഞ്ഞൂടാ, ഞാൻ ഈ മുസ്ലിം എന്ന വിശ്വാസത്തിൽ വന്ന ആളായതുകൊണ്ട് തെറ്റ് പറയരുത്, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്. ചോദിക്കാറുണ്ടോ? ഉണ്ട്. അപ്പൊ ഈ പെണ്ണിന്റെ അപ്പൻ, ജനിപ്പിച്ച അപ്പൻ, സ്വന്തം അപ്പൻ പുറകിൽ നിന്നുകൊണ്ട് പറയുക, സമ്മതമാണ്. നടത്തുവോ? നിശ്ചയം നടത്തുവോന്ന്? അതിനെ വാടകയ്ക്കെടുത്ത അപ്പനാണോ? സ്വന്തം അപ്പനല്ലേ? ഒത്തിരി അച്ഛന്മാരുമായിട്ട് ബന്ധമുള്ള ആളാണ് ഞാൻ. എൻ്റെ പ്രസംഗം യൂട്യൂബിൽ കേൾക്കുന്ന പുരോഹിതന്മാർ, ഞാൻ പിള്ളേരുമായിട്ട് വെക്കേഷന് പിള്ളേരെ കൊണ്ട് വാഗമൺ കാണാൻ പോയി. അവിടുത്തെ പൈനിൻ്റെ അവിടെ പിള്ളേരെ അവിടെ കളിക്കാൻ വിട്ട് പൈനിൻ്റെ അവിടെ ഞാൻ കുത്തിയിരിക്കുമ്പോൾ ഒരാൾ വന്ന് തോളത്ത് കെട്ടിയെ ചോദിച്ചു, ഷമീർ കൊല്ലമല്ലേ? ഞാൻ പറഞ്ഞു അതെ. ആ പ്രസംഗമൊക്കെ യൂട്യൂബിൽ കേൾക്കാറുണ്ട്. ഞാൻ പറഞ്ഞു സന്തോഷം, ദൈവം അനുഗ്രഹിക്കട്ടെ. ഞാൻ ചോദിച്ചു, അച്ഛൻ ഏത് പള്ളിയിലാന്ന് ചോദിച്ചു. ഉടനെ എന്നോട് പറയാ, ഞാൻ കത്തോലിക്ക പള്ളിയിൽ അച്ഛനാന്ന്. മനസ്സിലായോ? നല്ല ബന്ധങ്ങളുണ്ട്, നല്ല സൗഹൃദങ്ങളുണ്ട്. ആ പുരോഹിതന്മാരോട് ഞാൻ വിളിച്ച് ചോദിക്കും, അച്ചോ ഇങ്ങനെ ഒരു പോയിന്റ് പറഞ്ഞാൽ അത് ശരിയാണോ, നിങ്ങൾ നടത്തുമെന്ന് ചോദിച്ചു. ഇല്ല പാസ്റ്ററെ, അപ്പം പറഞ്ഞാൽ ഞങ്ങൾ നടത്തത്തില്ലെന്ന് പറഞ്ഞു. എന്നാൽ പിന്നെന്തോ ചെയ്യും? വീണ്ടും ചോദിക്കും, സൂസമ്മേ, നിന്റെ വലതു ഭാഗത്ത് നിൽക്കുന്ന ജേക്കബിന്റെ ജോഷാമ്മയുടെ മകൻ സണ്ണിക്കുട്ടിയെ വിവാഹം നിശ്ചയം കഴിപ്പാൻ നിനക്ക് സമ്മതമാണോ? അപ്പൊ ഈ പെണ്ണിന്റെ അമ്മ, പ്രസവിച്ച അമ്മ പുറകെ നിന്നുകൊണ്ട് പറയാ, ആ സമ്മതമാച്ചോ, അവളല്ലേ കെട്ടണമെന്ന് പറഞ്ഞു. അങ്ങോട്ട് നടത്തുവോ? പറ, നിങ്ങൾ പറ, നടത്തുവോ? ഇന്ന് രാത്രി കാതു തുറന്നു കേട്ടോ. ഈ ലോകത്തിലെ മണവാട്ടിയാകാൻ പെറ്റ തള്ള പറഞ്ഞ പോരെങ്കിൽ, ജനിപ്പിച്ച അപ്പൻ പറഞ്ഞ പോരെങ്കിൽ, കുഞ്ഞാടിന്റെ കാന്തയാകാൻ, യേശുവിന്റെ മണവാട്ടിയാകാൻ വേദപുസ്തകത്തിൽ അപ്പോസ്തലനായ പൗലോസ്ലീഹ കൊരിന്ത് സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ 2 കൊരിന്തി 11:2 ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു, ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ എൻഗേജ്മെന്റ്, വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. യേശു ക്രിസ്തുവും നീയും തമ്മിലുള്ള എൻഗേജ്മെന്റിന്റെ പേരാണ് മാനസാന്തരം. അതിന് പകരക്കാര് പറഞ്ഞാൽ ഒക്കത്തില്ല മാമേ. നീ ഏറ്റു പറയണം, ഈ യേശുവിനെ എൻ്റെ കർത്താവും എൻ്റെ രക്ഷിതാവും എൻ്റെ മണവാളനുമായി സ്വീകരിപ്പാൻ എനിക്ക് സമ്മതമാണ് എന്ന് ഏറ്റു പറയുന്നതാണ് മാനസാന്തരം. അങ്ങനെ മാനസാന്തരപ്പെട്ട വ്യക്തിയാണ് സ്നാനമേൽക്കേണ്ടത്. ഇനി എന്തിനായി സ്നാനം? വായിക്കാൻ റോമാലേഖനം 6-ാം അധ്യായം 3-ാം വാക്യം, അതും കൂടെ വായിച്ചുകൂടെ. റോമാലേഖനം 6:3 മുതൽ വായിച്ചു കൊടുത്താട്ടെ. വായിച്ചുകൊടു. അല്ല, യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും. ഒന്നുകൂടെ യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും. നിൽക്കട്ടെ. അപ്പൊ സ്നാനം പെന്തിക്കോസിൽ ചേരാനാണോ യേശു ക്രിസ്തുവിനോട് ചേരാനാണോ? ഒന്നുകൂടെ വായിച്ചുകൊടു. ആരോട് ചേരാനാണ്? യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും. നിൽക്കട്ടെ. അപ്പൊ സ്നാനമേക്കുന്ന ആരോട് ചേരാനാ? നീ പെന്തിക്കോസിൽ ചേർന്നോടി? ഇല്ല, ഞാൻ യേശു ക്രിസ്തുവിനോട് ചേർന്നു.
യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും വായിര് അവന്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? അവിടെ നിൽക്കട്ടെ. അവന്റെ മരണത്തിൽ പങ്കാളിയാകാൻ സ്നാനമേറ്റുവെന്ന് വല്ല മനസ്സിലായോ? പറഞ്ഞുതരാം. ചില ആളുകൾ നമ്മുടെ അടുത്ത് വന്ന് ചോദിക്കാറുണ്ട്, പാസ്റ്റർ ജി ഒരു സംശയം. എന്താ? ക്രൂശിലെ കള്ളൻ സ്നാനപ്പെട്ടില്ലല്ലോ, പിന്നെ ഞങ്ങൾ എന്തിനാ സ്നാനപ്പെടുന്നതെന്ന്. ആ ഉത്തരം ഒന്നുകൂടെ കേട്ടോ. എന്തിനാ സ്നാനം? യേശുവിൻ്റെ മരണത്തിൽ പങ്കാളിയാകാനാണ് സ്നാനമെങ്കിൽ നല്ല വെടിപ്പായിട്ട് യേശുക്രിസ്തുവിൻ്റെ മരണത്തിൽ തൊട്ടടുത്ത പങ്കാളിയാകാനുള്ള ഭാഗ്യം ക്രൂശിക്കപ്പെട്ട കള്ളനാ ലഭിച്ചത്. നല്ല ഒന്നാം തരം സ്നാനം അവിടെ നടന്നു. മനസ്സിലായോ? തൊട്ടടുത്ത പങ്കാളിയാകാനുള്ള ഭാഗ്യം. അപ്പം നിങ്ങൾ തിരിച്ചു ചോദിക്കും, അങ്ങനാണെങ്കിൽ ഇപ്പുറത്ത് കിടന്നവനും ആ ഭാഗ്യം കിട്ടിയല്ലോ, അവൻ എന്താ പറുദീസയിൽ പോകാഞ്ഞ്? അവൻ മാനസാന്തരപ്പെട്ടില്ലല്ലോ. മാനസാന്തരപ്പെട്ട് സ്നാനമേൽപ്പിനെന്നല്ലേ ഉപദേശം. അപ്പൊ ക്രൂശിക്കപ്പെട്ട കള്ളന് നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും ഓർക്കണേ എന്ന് നിലവിളിച്ചപ്പോൾ മാനസാന്തരവും സ്നാനവും അവനിൽ സംഭവിച്ചു. നീ കള്ളനെയും പിടിച്ചിരുന്നിട്ട് നീ നരകത്തിലും പോകും, കള്ളൻ പറുദീസയിലും പോകും. ഇനി അടുത്തൊരു മറുപടിയും കൂടെ കേട്ടോ. അറിവില്ലായ്മയാണെങ്കിൽ തിരുത്തിക്കോ. യേശുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ട കള്ളന്മാർ ന്യായപ്രമാണത്തിന് കീഴെ ജീവിച്ചവരാണോ അതോ കൃപായുഗത്തിൽ ജീവിച്ചവരാണോ? പറ. അയ്യോ, അതിപ്പോ ന്യായപ്രമാണ യുഗവേദ കൃപായുഗ വേദ എന്നാണോ? മോശ മുതൽ യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് വരെയുള്ളവർ ന്യായപ്രമാണത്തിന് കീഴെയും യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് മുതൽ ഇനി രണ്ടാം വരവ് വരെയുള്ള നാം എല്ലാവരും കൃപയാലുള്ള രക്ഷായുഗത്തിലും ജീവിക്കുന്നു. ഇനി പറ, കള്ളൻ ഇതിലേതിലാ മരിച്ചേ? യേശു ഉയർത്തെഴുന്നേറ്റതിന് ശേഷമാണോ അതിന് മുമ്പാണോ? ന്യായപ്രമാണത്തിന് കീഴെ. ന്യായപ്രമാണത്തിന് കീഴെ ജീവിക്കുന്നവരോട് സ്നാപക യോഹന്നാൻ വന്ന് വിളിച്ചു പറഞ്ഞ ദൂതെന്താ? സർപ്പസന്തതികളെ മാനസാന്തരപ്പെടുവിനെന്നല്ലേ. ആ മാനസാന്തരം അങ്ങേർക്ക് എവിടെ വെച്ചുണ്ടായി? ക്രൂശി വെച്ചുണ്ടായി. കൃപായുഗത്തിൽ ജീവിക്കുന്ന എന്നോടും നിങ്ങളോടും പത്രോസ്ലീഹയാകുന്ന പോപ്പ് വിളിച്ചു പറഞ്ഞ എന്താ? മാനസാന്തരപ്പെട്ട് പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തർ സ്നാനമേൽക്കാൻ. അപ്പൊ കൃപായുഗത്തിൽ ജീവിക്കുന്ന നീ ന്യായപ്രമാണത്തിലെ കള്ളനെയും പിടിച്ചുകൊണ്ടിരിക്കും, അവൻ പറുദീസയിലും പോകും, നീ നരകക്കുഴിയിലും പോകും. വല്ലോ മനസ്സിലായോ? ഇതേ കൂടുതലൊന്നും ഇനി പറഞ്ഞു കൊടുക്കാൻ ഒക്കത്തില്ല. കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്ന പോലെ പറഞ്ഞു കൊടുത്താലും ചിലത് ഒറ്റക്കാലം നിൽക്കുക. കുഞ്ഞെ, ഇത് പള്ളി ചേരാനല്ല, യേശു ക്രിസ്തുവിനോട് ചേരാനാ. മനസ്സിലായോ? താഴോട്ട് വായിച്ചേ. അവന്റെ മരണത്തിൽ പങ്കാളികളായി തീരുവാൻ സ്നാനമേറ്റിരിക്കുന്നെന്ന് നിങ്ങൾ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. നിങ്ങൾ അറിയുന്നില്ലയോ? അടുത്ത വാക്ക്. ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? അടുത്ത വാക്ക്. അങ്ങനെ നാം അവന്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. അപ്പൊ സ്നാനം എന്താണ്? ഒരു കുഴിച്ചിടലാണ്. എന്ത് കുഴിച്ചിടൽ? ഇന്നേക്ക് 24 വർഷങ്ങൾക്ക് മുമ്പ് പഴയ ഷമീർ അബ്ദുൽ സലാം 2/8/2002 ഉച്ചയ്ക്ക് 12:40 പഴയ ഷമീർ മരിച്ചു. മരിച്ചവനെ വെച്ചോണ്ടിരുന്ന എന്ത് ചെയ്യും? മാറും. അപ്പൊ മരിച്ചവൻ എന്ത് ചെയ്യണം? കുഴിച്ചിടണം. എന്നെ 6 അടി മണ്ണ് മാന്തി കുഴിച്ചിട്ടാൽ ഉപദേശിയെ പോലീസ് വന്ന് കൊണ്ടുപോകും. അപ്പോൾ എന്നെ വെള്ളത്തിൽ കൊണ്ടുപോയി പഴയ ഷമീറിനെ അടക്കം ചെയ്തു. വെള്ളത്തിൽ നിന്ന് ഒരുവൻ പൊങ്ങി വന്നു. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി. പഴയത് കുഴിച്ചിട്ടു. അതാണ് സ്നാനം. കുഴിച്ചിടുമ്പോൾ തല മാത്രം കുഴിച്ചിട്ടേച്ച് ഉടല് പുറത്തിട്ടേക്കുന്നവരാരെങ്കിലും ഉണ്ടോ നാട്ടിൽ? പട്ടി മാന്തും. കുഴിച്ചിടുമ്പോൾ എന്ത് ചെയ്യണം? തല മൊത്തം കുളിച്ചാൽ പോരാ, ഉടല് മുഴുവൻ കുഴിച്ചിടണം. ചിലർ സ്നാനപ്പെടുമ്പോൾ ഒരു കൈ പൊക്കി വെച്ചേക്കുവന്ന. എന്തിനാ? ഇടയ്ക്കെങ്ങാണോ ആർക്കെങ്കിലും ഇട്ട് അടിക്കേണ്ടി വന്നാലോ? പറ്റത്തില്ല. പഴയ മനുഷ്യനെ കുഴിച്ചിടണം. ഇന്നലെ വരെ ജീവിച്ച ജീവിതം തീർന്നു, ഇനി എൻ്റെ ജീവിതം ദൈവത്തിന് വേണ്ടിയാണെന്ന്
പരസ്യമായി പ്രഖ്യാപിക്കുന്ന ശുശ്രൂഷയാണ് സ്നാനം. ഇനിയും മനസ്സിലായില്ലയോ? പഴയ മനുഷ്യൻ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. എന്നിട്ട് ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ. അതിനാണ് സ്നാനം കേട്ടോ, പെന്തിക്കോസിൽ ചേരാനൊന്നുമല്ല. ഇനി നമുക്ക് അപ്പോസ്തല പ്രവൃത്തിയിലേക്ക് തിരിച്ചു വന്നിട്ട് അവസാനിപ്പിക്കാം. അപ്പോസ്തല പ്രവൃത്തി 2:37 പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ, എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. വാഗ്ദത്തം നിങ്ങൾക്കും. ഈ വാഗ്ദത്തം, ഈ പരിശുദ്ധാത്മാവെന്ന വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥരായ ഏവർക്കും ഉള്ളതല്ലോ എന്ന് പറഞ്ഞു. മറ്റു പല വാക്കുകളാലും അവൻ സാക്ഷ്യം പറഞ്ഞ് അവരെ പ്രബോധിപ്പിച്ചു. ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുമെന്ന് അവൻ അവരോട് പറഞ്ഞു. അടുത്ത വാക്ക്, അവന്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു. എത്ര പേര്? അന്ന് 3000-ഓളം പേർ അവനോട് ചേർന്നു. ഒറ്റ പ്രസംഗം, ചങ്കത്ത് കുത്തുകൊള്ളുന്ന ഒറ്റ പ്രസംഗം. 3000-ഓളം പേര് രംഗത്ത് വന്നിട്ട് പറഞ്ഞു, പത്രോസ്ലീഹായെ, ഞങ്ങൾക്ക് സ്നാനപ്പെടണം. മനസ്സിലായോ? പിടിച്ചു വലിച്ചും കൊണ്ട് മുക്കുന്ന പരിപാടിയല്ല സ്നാനം. ആരെയും പിടിച്ചു വലിച്ചും കയ്യും കാലും കെട്ടി ഇങ്ങോട്ട് വാടാന്ന് പറഞ്ഞ് വെള്ളത്തിൽ പിടിച്ചു മുക്കുന്ന ഏർപ്പാടൊന്നും ഇവിടെ ഇല്ല. വചനം ഹൃദയത്തിന്റെ അകത്തോട്ട് കടന്നു ചെന്ന് പരിശുദ്ധാത്മാവ് അകത്ത് പരിവർത്തിച്ചിട്ട് എനിക്ക് എൻ്റെ കർത്താവിന്റെ വരവിങ്കൽ എടുക്കപ്പെടണം, എനിക്ക് പാപമോചനം പ്രാപിക്കണം എന്ന് ഹൃദയത്തിന്റെ അകത്ത് ബോധ്യം വന്ന ആളുകൾ മുമ്പോട്ട് വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് സ്നാനപ്പെടണം. അന്ന് 3000-ഓളം പേര് രംഗത്ത് വന്നു. ഇന്ന് രാത്രി ഈ ശബ്ദപരിധിയിൽ ഇരിക്കുന്ന ഇരിപ്പി, നിൽക്കുന്ന നിപ്പി, കിടക്കുന്ന കിടപ്പാടത്തിൽ ഇന്ന് രാത്രി ഒരു തീരുമാനമെടുക്കണം. കർത്താവേ, എന്റെ ആയുസ്സിനെ 1 മണിക്കൂർ കൂട്ടി തന്നാൽ, ഒരു ദിവസത്തേക്ക് എന്റെ ആയുസ്സിനെ നീട്ടി തന്നാൽ എനിക്ക് അങ്ങയുടെ കൽപ്പന അനുസരിക്കണം. ജീവന്റെ പുസ്തകത്തിൽ എന്റെ പേരെഴുതപ്പെടണം. എനിക്ക് മാനസാന്തരപ്പെട്ട് സ്നാനമേൽക്കണം. ഇന്ന് രാത്രി ഇരിക്കുന്ന ഇരിപ്പി, നിൽക്കുന്ന നിപ്പി, കിടക്കുന്ന കിടപ്പാടത്തിൽ ഇരുന്ന് ആര് തീരുമാനമെടുക്കുന്നോ ഏറ്റു പറയുന്നു, സ്നേഹിത, നിന്റെ ഹൃദയത്തിന്റെ അകത്ത് കുടിയിരിക്കുന്ന പാപമെന്ന ഇരുട്ടിനെ പടിയടച്ച് പുറത്താക്കിക്കൊണ്ട് ലോകത്തിന്റെ വെളിച്ചമായവൻ നിന്റെ ഹൃദയത്തിന്റെ അകത്തേക്ക് വസിക്കുവാനിട വരും. അന്ന് 3000-ഓളം പേര് അവരോട് ചേർന്നു. അടുത്ത വാക്ക് വായിച്ച് പുസ്തകം അടയ്ക്കാം. നമുക്കൊരുമിച്ച് അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു. ആ കൂട്ടത്തെ നോക്കി സ്വർഗം ഒരു പേര് വിളിച്ച 47-ാം വാക്യം ഒടുവിലത്തെ ഭാഗം വായിച്ച് ബൈബിൾ അങ്ങ് അടച്ചേരെ. 47-ന്റെ ഒടുവിൽ കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനംപ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. രാത്രി കാതു തുറന്ന് കേട്ടോ. ആ കൂട്ടത്തെ നോക്കി മാനസാന്തരപ്പെട്ട കൂട്ടം, സ്നാനപ്പെട്ട കൂട്ടം, ആത്മനിറവ് പ്രാപിച്ച കൂട്ടം, ഉപദേശമുള്ള കൂട്ടം, കൂട്ടായ്മ ആചരിച്ച കൂട്ടം, അപ്പം നുറുക്കിയ കൂട്ടം, പ്രാർത്ഥന കഴിച്ച കൂട്ടം. ആ കൂട്ടത്തെ നോക്കി പരിശുദ്ധാത്മാവ് എഴുതി വെച്ച വാചകം, കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്ത്. ആ കൂട്ടത്തെ നോക്കി സ്വർഗം വിളിച്ച പേരാണ് കൂട്ടുകാരാ സഭ. ആകാശം മുട്ട കെട്ടിവെച്ചിരിക്കുന്ന കെട്ടിടത്തിന്റെ ഗോപുരമല്ല സഭ. മാനസാന്തരപ്പെട്ട കൂട്ടം, രക്ഷിക്കപ്പെട്ട കൂട്ടം, സ്നാനപ്പെട്ട കൂട്ടം, ആത്മനിറവ് പ്രാപിച്ച കൂട്ടം, ഉപദേശമുള്ള കൂട്ടം, കൂട്ടായ്മ ആചരിക്കുന്ന കൂട്ടം, അപ്പം നുറുക്കി പ്രാർത്ഥന കഴിക്കുന്ന കൂട്ടം. ആ കൂട്ടം അത് പുഴവക്കത്ത് കൂടിയാലും, മരച്ചുവട്ടി കൂടിയാലും, റബ്ബറിന്റെ ചവിട്ടി കൂടിയാലും, കെട്ടിടത്തിന്റെ മുകളിൽ കൂടിയാലും, ആ കൂട്ടത്തെ നോക്കി സ്വർഗം വിളിച്ച പേരാ സഭ. ആ കൂട്ടത്തിന്റെ അകത്ത് ഷമീറുണ്ട്, സിയാദുണ്ട്, നസീറുണ്ട്, സുരേഷുണ്ട്, സുമേഷുണ്ട്, രതീഷുണ്ട്, നാരായണനുണ്ട്, ഗോപാലകൃഷ്ണനുണ്ട്, കുട്ടപ്പനുണ്ട്, രാജപ്പനുണ്ട്, തോമസ് ഉണ്ട്, ജോസഫ് കുട്ടിയുണ്ട്. ജാതി, മത, വർണ്ണ, വർഗ വ്യത്യാസമില്ലാതെ സകല ഗോത്രങ്ങളിൽ നിന്നും, സകല ഭാഷകളിൽ നിന്നും, സകല വംശങ്ങളിൽ നിന്നും, സകല ജാതികളിൽ നിന്നും യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങിയ കൂട്ടമാണ് സഭ. ഇന്ന് രാത്രി ദേശത്തോട് ഒരു വാക്ക് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഈ പറയപ്പെട്ട സഭയെ മധ്യാകാശ ചേർക്കുവാനാണ് എൻ്റെ കർത്താവ് വേഗത്തിൽ വെളിപ്പെടാൻ പോകുന്നത്. ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വരും. ഒരുമിച്ച് ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം.